പ്രിയ ഉദ്യോഗാർത്ഥികളെ, 2025 കേരള ഹിസ്റ്ററിയിൽ നിന്നും PSC ചോദിച്ച ക്വസ്റ്റ്യനും അനുബന്ധ വിവരങ്ങളുടെയും ക്ലാസ്സുകളാണ്. നമുക്ക് എന്ത് ചെയ്യാം, കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക കേട്ടോ. കേരള ഹിസ്റ്ററിയിൽ നിന്നും SCRT-യിലുള്ള എല്ലാ ലെസണും നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിപ്പിച്ച് ക്വസ്റ്റ്യൻ ആൻസർ രീതിയിൽ തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. പുതിയതായിട്ട് വരുന്ന കൂട്ടുകാർക്ക് അത് പ്രയോജനപ്പെടുത്തിയിട്ട് കേരള ഹിസ്റ്ററിയിൽ നിന്നുള്ള പൂർണ്ണമായ മാർക്ക് ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ തന്നെ നമ്മളൊരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, കേരള ഹിസ്റ്ററി മാത്രമേ ഉള്ളൂ എന്നല്ല കേട്ടോ. നമ്മള് അടുക്കും ചിട്ടയോടും കൂടിയിട്ട് അവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ പഠിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെ ഒരു ഓർഡർ കിട്ടാതെ ആവും. അപ്പൊ അതുകൊണ്ടാണ് ഓരോരോ ടോപ്പിക്കുകളും നമ്മൾ എന്ത് ചെയ്യുന്നത് തീർത്ത് വരുന്നത്. അപ്പൊ ഇപ്പൊ കേരള ഹിസ്റ്ററി നമ്മൾ തീർത്ത് കഴിഞ്ഞാൽ എന്താണ്, പ്രിലിംസിൽ 10 മാർക്ക് ഉറപ്പിക്കാം, മെയിൻസിൽ 5 മാർക്ക് ഉറപ്പിക്കാം. മനസ്സിലാവുന്നുണ്ടോ? കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡിനൊക്കെ ഒക്കെയാണ്. അതേപോലെ തന്നെ VFAക്ക് ബെക്വാലിറ്റിക്കൊക്കെ നമുക്ക് 100% കേരള ഹിസ്റ്ററി എന്നുള്ള മാർക്ക് അവിടെ പോവില്ല. എന്നിട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കടക്കും. കോൺസ്റ്റിറ്റ്യൂഷൻ അതേപോലെ SCRT മുഴുവൻ വർക്ക് ചെയ്യും. എന്നിട്ട് 2021-25 മുഴുവൻ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരും കേട്ടോ. അങ്ങനെ ടോപ്പിക്കുകളായിട്ട് തീർത്ത് പോവാണ്. ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ നേതാവിനെ തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിലെ ജനനം. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് പാർട്ടിയിലെ അംഗമായി. എന്റെ ജീവിതകഥ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ഇതാരെ കുറിച്ചിട്ടാണ് പറയുന്നത്? നമ്മുടെ AKGയെ കുറിച്ചിട്ടാണ് കേട്ടോ. AKGയെ കുറിച്ചിട്ടാണ്. പാവങ്ങളുടെ പടത്തലവൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന AKGയെ കുറിച്ചിട്ടാണ്, AK ഗോപാലിനെ കുറിച്ചിട്ടാണ് ഇതിൽ തന്നിട്ടുള്ള പ്രസ്താവന. അപ്പൊ ഇതില് ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഈ തന്നിട്ടുള്ള 3 പോയിന്റും പഠിച്ചു വെക്കണം. എന്തൊക്കെയാണ്? 1904 ഒക്ടോബറിൽ കേട്ടോ. 1904 ഒക്ടോബർ മാസം 1-ാം തീയതിയാണ് കേട്ടോ. ഒക്ടോബർ മാസം 1-ാം തീയതിയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാറില് ജനനം. 1927 എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നിട്ട് പാർട്ടി അംഗമായി. ഓക്കെ, 27 കേട്ടോ പഠിക്കണേ. 1927. എന്റെ ജീവിതകഥ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. എന്റെ ജീവിതകഥ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ഓക്കെ ആണോടാ? ഇത് 3 പഠിച്ചു വെക്കുക കേട്ടോ. AKG കുറിച്ചിട്ട്. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം കണ്ണൂർ പെരളശ്ശേരിയിലാണ് കേട്ടോ. ജന്മസ്ഥലം എവിടെയാണ്? കണ്ണൂര് പെരളശ്ശേരിയിലാണ്. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് AKG ആണ്. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ എന്ത് ചെയ്യുന്നത്? അംഗമാകുന്നത് കേട്ടോ. INC-യിൽ അംഗമാകുന്നത്. ഓക്കെയാണോ? നെക്സ്റ്റ് വൺ, ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപനത്തിൽ നേതൃത്വം കൊടുത്ത നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ്. ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ് AKG. അതുപോലെ തന്നെ ഇന്ത്യൻ കോഫി ഹൗസ് കേരളത്തിൽ ആരംഭിച്ച വർഷം എപ്പോഴാണ്? ഇന്ത്യൻ കോഫി ഹൗസ് കേരളത്തിൽ ആരംഭിച്ച വർഷം 1958 കേട്ടോ. 1958 എവിടെയാണ്? തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂരാണ്. 1936 കണ്ണൂർ മുതൽ മദ്രാസ് വരെ എന്ത് ജാഥയാണ് അദ്ദേഹം നടത്തിയത്? പട്ടിണി ജാഥ. ഈ പറയുന്ന ക്വസ്റ്റ്യൻ എല്ലാം മുൻകാല ചോദ്യങ്ങളാണ്. പട്ടിണി ജാഥ നയിച്ചതാരാണ്? AKG ആണ്. കണ്ണൂർ മുതൽ മദ്രാസ് വരെ 1936. എന്തിനാ അദ്ദേഹം പട്ടിണി ജാഥ നയിച്ചത്? അതായത് മലബാറിലെ ജനജീവിതത്തിന്റെ ശോചനീയമായ അവസ്ഥ മദ്രാസ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇദ്ദേഹം പട്ടിണി ജാഥ നയിച്ചത് കേട്ടോ. മലബാറിലെ ജനജീവിതത്തിന്റെ ശോചനീയ അവസ്ഥ മദ്രാസ് ഗവൺമെന്റിന് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം 1936 പട്ടിണി ജാഥ നയിക്കുന്നത്. തിരുവണ്ണൂർ കോട്ടൺ മിൽ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയും കൂടിയിട്ടാണ് AKG. തിരുവണ്ണൂർ കോട്ടൺ മിൽ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് AKG. അതുപോലെ തന്നെ ലോകസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവാണ്. ലോകസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് AKG. ലോകസഭ. ഓക്കെ, അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എന്റെ ജീവിതകഥ. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എന്റെ ജീവിതകഥ. ഇപ്പൊ ആത്മകഥ എന്റെ ജീവിതകഥ. പിന്നെ അദ്ദേഹത്തിന്റെ കൃതികളാണ് ഞാൻ ഒരു പുതിയ ലോകം കണ്ടു. ഞാൻ ഒരു പുതിയ ലോകം കണ്ടു. ഓക്കെ, അത് അദ്ദേഹത്തിന്റെ കൃതിയാണ്. എന്റെ പൂർവകാല സ്മരണകൾ. എന്റെ പൂർവകാല സ്മരണകൾ അദ്ദേഹത്തിന്റെ കൃതിയാണ്. പൂർവകാല സ്മരണകൾ. ഓക്കേടാ. അടുത്തത് കൊടുങ്കാറ്റിന്റെ മാറ്റൊലി.
കൊടുങ്കാറ്റിന്റെ മാറ്റൊലി AKGയുടെ കൃതിയാണ്. മണ്ണിനു വേണ്ടി അദ്ദേഹത്തിന്റെ കൃതിയാണ് കേട്ടോ, മണ്ണിനു വേണ്ടി. പിന്നെ അതുപോലെ ഹരിജനം. അപ്പൊ ഹരിജനം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഗാന്ധിജിയിലേക്ക് എത്തും കേട്ടോ. പക്ഷെ ഹരിജനം എന്ന കൃതി ആരുടേതാണ്? ഹരിജൻ എന്ന പത്രമാണ് ഇല്ലേ ആരുടെ? ഗാന്ധിജിയുടേത്. ഇവിടെ ഹരിജനം എന്ന കൃതി ആരുടേതാണ്? AKGയുടേതാണ്. എന്റെ ഡയറി AKGയുടേതാണ്. അപ്പൊ ഇവിടെ പഠിച്ചത് അദ്ദേഹത്തിന്റെ ആത്മകഥ എന്റെ ജീവിതകഥ, അദ്ദേഹത്തിന്റെ കൃതികളാണ് ഞാൻ ഒരു പുതിയ ലോകം കണ്ടു, എന്റെ പൂർവ്വകാല സ്മരണകൾ, കൊടുങ്കാറ്റിന്റെ മാറ്റൊലി, മണ്ണിനു വേണ്ടി, ഹരിജനം, എന്റെ ഡയറി. ഇത്രയും കാര്യങ്ങൾ AKGയെ കുറിച്ചിട്ട്. എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആരാണ്? കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്നത് കുറുളി ചേക്കോനാണ് കേട്ടോ. മലബാറിലെ വടകരയിലാണ് അദ്ദേഹം ജനിക്കുന്നത് കേട്ടോ. മലബാറില് വടകരയിലാണ് അദ്ദേഹത്തിന്റെ ജനനം. കാരണം ഇദ്ദേഹം ആയോധന കലയില് എന്തായിരുന്നു? നല്ല രീതിയിൽ കളരിപ്പയറ്റില്ലേ ആയോധന കല എന്നല്ലേ പറയാ. ആയോധന കലയില് ഒരുപാട് മുൻതൂക്കം വഹിച്ച വ്യക്തിയാണ് കുറുളി ചേകോൻ എന്ന് പറയുന്നത്. മലബാറിലെ വടകരയിലാണ് ആയോധന കലയിലായിരുന്നു അദ്ദേഹം. കളരിപ്പയറ്റായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഇത്. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? കൊല്ലം ജില്ലയിലാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി ആരംഭിക്കുന്നത്. കൊല്ലം ജില്ല. സ്ഥാപനങ്ങളിൽ ശരിയായവ ഏതെല്ലാം? ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ കവി ഗാസി മുഹമ്മദ് എഴുതിയതാണ് ഫത്തുഹുൽ മുബീൻ എന്ന പ്രസ്താവന. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കവി അത് ശരിയായ പ്രസ്താവനയാണ്. ഗാസി മുഹമ്മദ് എഴുതിയ ഒരു അറബി കാവ്യമാണ് ഇത് പറയുന്നത് ഫത്തുഹുൽ മുബീൻ. അപ്പൊ ആൻസർ എന്താണ്? ഒന്ന് ആൻസർ ആയിട്ട് എന്തായാലും ഓപ്ഷനിൽ ഉണ്ടാകണം. അപ്പൊ ഇതും വെട്ടിക്കഴിഞ്ഞു, ഇതും വെട്ടിക്കഴിഞ്ഞു. ഇനി നോക്കൂ, ഇനി ഇതില് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നറിയോ? ഇനി അടുത്തത് വരുന്നത് 17ാം നൂറ്റാണ്ടിൽ എഴുതിയ കാവ്യമാണ് പറയുന്നത്. 17ാം നൂറ്റാണ്ടിലല്ല, 16ാം നൂറ്റാണ്ടിലാണ് കേട്ടോ. 16ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ്. അപ്പൊ 4 വരുന്ന പ്രസ്താവനയും ഇവിടെ മാറ്റണം അല്ലേ. അപ്പൊ ഇവിടെ 4 വരുന്നത് മാറ്റി. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ആൻസർ കിട്ടിയില്ലേ? 1ഉം 2ഉമാണ്. കവി ഗാസി മുഹമ്മദ് എഴുതിയതാണ്. സാമൂതിരി രാജാവിനെ പ്രകീർത്തിക്കുന്ന പരാമർശം ഉണ്ട്. രണ്ടെണ്ണം ശ്രദ്ധിക്കുക. കവി ഗാസി മുഹമ്മദ് എഴുതിയതാണ് ഫത്തുഹുൽ മുബീൻ. ഫത്തുഹുൽ മുബീൻ. സാമൂതിരി രാജാവിനെ പ്രകീർത്തിക്കുന്ന പരാമർശം ഉണ്ട് കേട്ടോ. അത് പഠിച്ചു വെക്കണം. ഫത്തുഹുൽ മുബീന്റെ കറക്റ്റ് അർത്ഥം എന്താണ്? വ്യക്തമായ വിജയം. വ്യക്തമായ വിജയം എന്നാണ് പഠിക്കേണ്ടത് കേട്ടോ. 16ാം നൂറ്റാണ്ടിലാണ്. അതേപോലെ തന്നെ നമുക്കറിയാം ഇതിന്റെ കൂടെ പഠിക്കുന്ന ഒന്നാണ് നമ്മള് തുഹ്ഫത്തുൽ മുജാഹിദീൻ അല്ലേ. തുഹ്ഫത്തുൽ മുജാഹിദീൻ ഒക്കെയാണോ? എന്താണ്? പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ കോഴിക്കോട് സാമൂതിരിമാരും കുഞ്ഞാലിമരക്കാരും നടത്തിയ പോരാട്ടങ്ങൾ വിവരിക്കുന്ന കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിലെ വിഷയം എന്താണ്? പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ കോഴിക്കോട് സാമൂതിരി, നമുക്കറിയാം കോഴിക്കോട് അന്ന് കാലത്ത് ഭരിച്ചിരുന്നത് സാമൂതിരിമാരാണ് അല്ലെ. ആ കോഴിക്കോട് സാമൂതിരിമാരും കുഞ്ഞാലിമരക്കാരും തമ്മിൽ നടത്തിയ, കുഞ്ഞാലിമാർ എത്ര പേരുണ്ടായിരുന്നു? 4 പേരുണ്ടായിരുന്നു അല്ലെ. ആ കുഞ്ഞാലി 4 പേര് അല്ലെ. ആ കുഞ്ഞാലിമരക്കാരും നടത്തിയ പോരാട്ടങ്ങളെ കുറിച്ച് വിവരിക്കുന്ന കൃതി ഏതെന്ന് ചോദിച്ചാൽ തുഹ്ഫത്തുൽ മുജാഹിദീൻ ആണ്. അറബി ഭാഷയിലാണ് കേട്ടോ രചിച്ചിരിക്കുന്നത്. അറബി ഭാഷയിലാണ്. അതും 16ാം നൂറ്റാണ്ടിൽ തന്നെയാണ് കേട്ടോ. അതും 16ാം നൂറ്റാണ്ടിൽ തന്നെ രചിച്ച കാവ്യമാണ്. ഈ തുഹ്ഫത്തുൽ മുജാഹിദിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ ചരിത്രകൃതിയായിട്ട്, കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ ചരിത്രകൃതി, ആദ്യ ചരിത്രകൃതി ഏത് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് തുഹ്ഫത്തുൽ മുജാഹിദീനെയാണ് കേട്ടോ. ഷെയ്ഖ് സൈനുദ്ദീൻ ആണ് ഇത് രചിച്ചിരിക്കുന്നത്. ഷെയ്ഖ് സൈനുദ്ദീൻ ട്ടോ. ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നമ്മള് 2 കൃതികൾ പഠിച്ചു. ഫത്തുഹുൽ മുബീൻ, തുഹ്ഫത്തുൽ മുജാഹിദീൻ. ഞാൻ റിപ്പീറ്റേഷൻ പറയുന്നു, മക്കൾ പഠിച്ചിട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടാ. ഓക്കെ. കവി ഗാസി
മുഹമ്മദ് എഴുതിയ കാവ്യമാണ് ഫത്തുഹുൽ മുബീൻ. സാമൂതിരി രാജാവിനെ പ്രകീർത്തിക്കുന്ന പരാമർശമുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ രചിച്ച കൃതിയാണ്. ഫത്തുഹുൽ മുബീന്റെ അർത്ഥം വ്യക്തമായ വിജയം എന്നാണ്. ഇനി നമ്മൾ തുഹ്ഫത്തുൽ മുജാഹിദീൻ പഠിച്ചു. തുഹ്ഫത്തുൽ മുജാഹിദീനിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ്. കോഴിക്കോട് സാമൂതിരിയും കുഞ്ഞാലി മരിക്കാറും പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ നടത്തിയ പോരാട്ടങ്ങളെ കുറിച്ച് വിവരിക്കുന്ന കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. അറബിയാണ്. 16-ാം നൂറ്റാണ്ടിലാണ് രചിക്കപ്പെട്ടത്. പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ ചരിത്ര കൃതിയായിട്ട് തുഹ്ഫത്തുൽ മുജാഹിദീനെ കണക്കാക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനം നടന്ന സ്ഥലം, വനിതാ സമ്മേളനം കേട്ടോ, വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വനിതാ സമ്മേളനം ആദ്യമായിട്ട് നടന്നത് വടകരയിൽ വെച്ചിട്ടാണ് കേട്ടോ. വടകരയിൽ വെച്ചിട്ടാണ്. വൈക്കം നമുക്കറിയാം അല്ലെ, വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് ആരാ? EV രാമസ്വാമി നായ്ക്കറാണ്. പിന്നെ സിനഗോഗ് എവിടെയാണ്? സിനഗോഗിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചിയാണ് അല്ലെ. സിനഗോഗിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1920 അവസാനത്തെ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെയാ? മഞ്ചേരിയിലാണ് അല്ലെ. 1900, അതായത് 5 മലബാർ രാഷ്ട്രീയ സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. 1916 നമ്മുടെ എവിടെയായിരുന്നു? പാലക്കാടായിരുന്നു അല്ലെ, ആനി ബസന്റ്. പിന്നെ അവസാനത്തെ നടന്നത് മഞ്ചേരിയിലായിരുന്നു. മനസ്സിലായോ? കൊച്ചിയുടെ പ്രത്യേകത എന്താണ്? സിനഗോഗ് കൊച്ചിയിലാണ്. ആദ്യത്തെ വനിതാ സമ്മേളനം നടന്ന വടകരയിലാണ്. വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കറാണ്. പഠിച്ചു വയ്ക്കുക. ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്നത് അയ്യത്താൻ ഗോപാലനാണ്. ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യത്താൻ ഗോപാലനാണ്. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എവിടെയാണ്? തലശ്ശേരിയിലാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം തലശ്ശേരി. പിന്നെ നമുക്ക് എന്തൊക്കെയാണ് അയ്യത്താൻ ഗോപാലനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്? നമുക്കറിയാം, നമ്മുടെ രാജാറാം മോഹൻ റോയിയുടെ സംഘടനയാണ് ബ്രഹ്മസമാജം എന്ന് പറയുന്നത് അല്ലെ. ആ ബ്രഹ്മസമാജത്തിന്റെ പ്രവർത്തനങ്ങളുടെ അമരക്കാരൻ കേരളത്തിൽ ആരായിരുന്നു? നമ്മുടെ അയ്യത്താൻ ഗോപാലനാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ബ്രഹ്മസമാജത്തിന്റെ പ്രവർത്തനത്തില് കേരളത്തിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അമരക്കാരനാണ് അയ്യത്താൻ ഗോപാലൻ. ഓക്കെ ആണോ? അതുപോലെ തന്നെ ഈ ബ്രഹ്മസമാജത്തിന്റെ ശാഖ കോഴിക്കോട് ആരംഭിച്ചതും ആര് തന്നെയാണ്? കോഴിക്കോട് ആരംഭിച്ചതും അയ്യത്താൻ ഗോപാലനാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ എന്താണ് നമ്മുടെ നമുക്കറിയാം, ആദ്യകാലത്ത് ജാതിയുടെ പേരിലാണ് പല പ്രശ്നങ്ങളും നടന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. അങ്ങനെ ജാത്യാഭിമാനത്തിന്റെ പ്രതീകമായിരുന്ന കുടുംബ, അതായത് ഈ ജാതിയുടെ പേരിലുള്ള കേട്ടോ, കുടുംബം മുറിച്ചു കളഞ്ഞതിന്റെ പേരില് മാതൃഗൃഹത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട അമ്മയുടെ, അതായത് അമ്മയുടെ വീട്ടിൽ നിന്നും എന്ത് ചെയ്തു? പുറത്താക്കപ്പെട്ട നവോത്ഥാന നായകനാണ് അയ്യത്താൻ ഗോപാലൻ. അതായത് ഇവർക്ക് ഇപ്പൊ നമുക്കറിയാം ഓരോരോ വിഭാഗങ്ങൾക്ക് ഇപ്പൊ ഈ തലയുടെ മേലെ ഒരു കുടുംബം പോലെയൊക്കെ കെട്ടിയിട്ടൊക്കെ കണ്ടിട്ടുണ്ടായില്ലേ. അപ്പൊ ഇവരുടെ ഒരു ജാതി ഇതിന്റെ പേരില് ഇവർക്ക് എന്തുണ്ടായിരുന്നു? ഇവരുടെ നവോത്ഥാന നായകന്റെ തലയില് ഒരു കുടുംബം ഉണ്ടായിരുന്നു. അപ്പൊ എന്തിനാണ് ഈ ജാതിയുടെ പേരിൽ കൂടിയിട്ട് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് സ്വന്തം ആ കുടുംബനെ എന്ത് ചെയ്തു? മുറിച്ചു മാറ്റി. അപ്പൊ മാതൃഗൃഹത്തിൽ നിന്നും എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന് ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഓണററി പുരസ്കാരം കൊടുത്തിട്ടുണ്ട്. ഏതാണ്? റാവു സാഹേബ്. മനസ്സിലായോ? റാവു സാഹേബ്. അതാണ് കണ്ടോ, കണ്ടോ, ദർസാർ സാഹിബ് കണ്ടോ. റാവു സാഹേബ് എന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിൽ നിന്ന് ഓണററി പുരസ്കാരം ലഭിച്ച നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാലും അത് അയ്യത്താൻ ഗോപാലനാണ് കേട്ടോ. ദളിതരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കോഴിക്കോട് ചന്തവർക്കർ എലിമെന്ററി സ്കൂൾ ആരംഭിച്ചത്. കോഴിക്കോട് ചന്തവർക്കർ എലിമെന്ററി സ്കൂൾ ചന്തവർക്കർ എലിമെന്ററി സ്കൂൾ ആരംഭിച്ചത് കോഴിക്കോട് ആരാ? അയ്യത്താൻ ഗോപാലനാണ്. സുഗുണവർദ്ധിനി എന്ന സംഘടന വെരി ഇമ്പോർട്ടന്റ് ആണ്. സുഗുണവർദ്ധിനി എന്ന സംഘടന ആരുടേതാണ്? അയ്യത്താൻ ഗോപാലന്റേതാണ്. പഠിച്ചു വെക്കണം കേട്ടോ മക്കളെ. ബാരിസ്റ്റർ GP പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് സംഭവമാണ്? മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ബാരിസ്റ്റർ GP പിള്ള. ഈ GP പിള്ളയുടെ ഫുൾ ഫോം എന്താണ്? GP എന്ന് പറയുന്നത്? ഗോവിന്ദ പരമേശ്വരൻ എന്നാണ് കേട്ടോ. ഗോവിന്ദ പരമേശ്വരൻ എന്നാണ് GP പിള്ളയുടെ GP എന്നുള്ളതിന്റെ കറക്റ്റ് ആയിട്ടുള്ള അർത്ഥം കേട്ടോ. ഗോവിന്ദ പരമേശ്വരൻ. അപ്പൊ നമ്മൾ GP പിള്ളയെ കുറിച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കേട്ടോ. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ. ഓക്കെ, വന്ധ്യവയോധികൻ ആരാണ്?
തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികനാണ് GP പിള്ള. അതുപോലെ തിരുവിതാംകൂറിലെ ആദ്യത്തെ കോൺഗ്രസ്സുകാരനാണ് കേട്ടോ. ആദ്യത്തെ കോൺഗ്രസ്സുകാരനാണ് GP പിള്ള. അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ്, തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് GP പിള്ളയാണ്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്ത വ്യക്തി നമ്മളിപ്പോ പറഞ്ഞു. തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം അല്ലേ? തിരുവിതാംകൂർ ആർക്ക് തന്നെയാണ്? അത് തിരുവിതാംകൂറുകാർക്ക് തന്നെ ആണ്. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ്. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത INCയുടെ ആദ്യ സമ്മേളനത്തിൽ തന്നെ കേട്ടോ 1885 അല്ലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുന്നത്. അതിന്റെ ആദ്യ സമ്മേളനത്തിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പങ്കെടുത്ത ഒരേ ഒരു മലയാളി ആര് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ GP പിള്ളയാണ്. INCയുടെ ഔദ്യോഗിക ചുമതല വഹിച്ച ആദ്യത്തെ തിരുവിതാംകൂർ വ്യക്തിയാണ്. INCയുടെ ഔദ്യോഗികമായിട്ടുള്ള ചുമതല വഹിച്ച ആദ്യത്തെ മലയാളി ആര് എന്ന് ചോദിച്ചാലും അത് നമ്മുടെ GP പിള്ളയാണ്. അതുപോലെ വെസ്റ്റേൺ സ്റ്റാർ നമുക്കറിയാം ഒരു ഇംഗ്ലീഷ് പത്രമാണ് അല്ലേ? ആ വെസ്റ്റേൺ സ്റ്റാറില് വെസ്റ്റേൺ സ്റ്റാർ ഇതൊരു ഇംഗ്ലീഷ് പത്രമാണ്. ഈ ഇംഗ്ലീഷ് പത്രത്തില് ദിവാനായിട്ടുള്ള ദിവാനെതിരെ അന്ന് നമുക്കറിയാം അന്നൊക്കെ ഭരിച്ചിരുന്ന ദിവാൻമാരാണ് അല്ലെ? ആ ദിവാൻമാർക്കെതിരെ ലേഖനങ്ങൾ എഴുതിയത് ഏത് പത്രത്തിലാണ്? വെസ്റ്റേൺ സ്റ്റാർ എന്ന ഇംഗ്ലീഷ് പത്രത്തിലാണ്. അതുപോലെ ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള മലയാളി, ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള മലയാളി ആരെ എന്ന് ചോദിച്ചാൽ അത് ആരാണ്? ഏക മലയാളിയായിട്ട് ഒരൊറ്റ മലയാളി മാത്രമാണ് അദ്ദേഹം അതിൽ പരാമർശിച്ചിട്ടുള്ളൂ. അത് GP പിള്ളയാണ്. അതുപോലെ ഒരു രാജ്യസ്നേഹി എന്ന തൂലികാ നാമത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഒരു രാജ്യസ്നേഹി കേട്ടോ. ശ്രദ്ധിക്കണം കേട്ടോ, ഈ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കണേ. ഒരു രാജ്യസ്നേഹി എന്ന തൂലികാ നാമത്തിൽ രാഷ്ട്രീയ ലേഖനങ്ങൾ എഴുതിയ വ്യക്തി ആരെ എന്ന് ചോദിച്ചാലും അത് GP പിള്ളയാണ്. അതുപോലെ തന്നെ ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ഭാരതീയമാരുണ്ട് അല്ലെ? നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പ്രശസ്തരായിട്ടുള്ളവരുണ്ട്. അവരുടെ ജീവചരിത്രങ്ങൾ അടങ്ങുന്ന റെപ്രസെന്റേറ്റീവ് ഇന്ത്യൻസ് എന്ന കൃതി രചിച്ച വ്യക്തിയാണ് കേട്ടോ. റെപ്രസെന്റേറ്റീവ് ഇന്ത്യൻസ് എന്ന കൃതി ആരുടേതാണ്? ആരാണ്? GP പിള്ളയുടേതാണ്. എന്താ ഈ റെപ്രസെന്റേറ്റീവ് ഇന്ത്യൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? പ്രശസ്തമായ ഭാരതീയരുടെ ജീവചരിത്രങ്ങൾ അടങ്ങുന്ന ഒരു കൃതി, അതെല്ലാം കൂടിയിട്ട് അടങ്ങുന്നതാണ് ഏത്? റെപ്രസെന്റേറ്റീവ്സ് ഇന്ത്യൻസ് എന്ന കൃതി. ഓക്കെ. അതേപോലെ തന്നെ നമ്മള് GP പിള്ളയുടെ മലയാളി മെമ്മോറിയൽ 10,000-ലധികം പേര് ഒപ്പിട്ട നിവേദനമാണ് അല്ലേ? അപ്പൊ അത് പഠിക്കണം കേട്ടോ. അത് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ GP പിള്ളയെ കുറിച്ചിട്ട് പഠിക്കാം കേട്ടോ. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികനാണ് കേട്ടോ. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികനാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എങ്കിൽ കേരളത്തിന്റെ വന്ധ്യവയോധികൻ ചോദിച്ചാൽ ആരാ പറയാ? അത് KP കേശവമേനോൻ. അവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നത്. കേരളത്തിന്റെ വന്ധ്യവയോധികൻ ആരെ എന്ന് ചോദിച്ചാൽ ആരാണ് പറയേണ്ടത്? അത് KP കേശവമേനോനാണ്. KP കേശവമേനോൻ. KP കേശവമേനോൻ. ഓക്കെ. കേരളത്തിന്റെ എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്? അപ്പൊ കേശവ മേനോന് കൊടുക്കുക. ഇനി തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ ആരെ എന്ന് ചോദിച്ചാലാണ് GP പിള്ള. ഓക്കെ, GP പിള്ള. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ആരാണ്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാഭായ് നവറോജി അല്ലെ? നവറോജിയാണ്. ദാദാഭായ് നവറോജിയാണ്. ഓക്കെ. അപ്പോ GP പിള്ളയുടെ കറക്റ്റ് നാമം എന്താണ്? ഗോവിന്ദ പരമേശ്വരൻ പിള്ളയാണ്. ജനിച്ചതൊക്കെ വന്നിട്ട് 1864 കേട്ടോ അദ്ദേഹം ജനിക്കുന്നത്. തിരുവനന്തപുരത്താണ് അദ്ദേഹം. തിരുവനന്തപുരത്ത് പള്ളിപ്പുറത്താണ് അദ്ദേഹം ജനിക്കുന്നത്. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആദ്യത്തെ കോൺഗ്രസ്സുകാരനാണ് അല്ലെ? ആദ്യത്തെ കോൺഗ്രസ്സുകാരനാണ്. പിന്നെ തിരുവിതാംകൂറിലാണ് കേട്ടോ പറയുന്നത്. അതുപോലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തിരുവിതാംകൂറിൽ എന്ത് ചെയ്യുന്നത്? രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നതും GP പിള്ളയാണ്. തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം അല്ലെ? ആ
തിരുവിതാംകൂർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവും GP പിള്ളയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരേ ഒരു മലയാളിയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഔദ്യോഗിക പദവി വഹിച്ച വ്യക്തിയും GP പിള്ള തന്നെയാണ്. വെസ്റ്റേൺ സ്റ്റാർ എന്ന ഇംഗ്ലീഷ് പത്രത്തിൽ ദിവാനെതിരെ ലേഖനങ്ങൾ എഴുതിയത് GP പിള്ളയാണ്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഏക മലയാളിയാണ് GP പിള്ള. ഒരു രാജ്യസ്നേഹി എന്ന പേരിലാണ് അദ്ദേഹം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതായത് പ്രശസ്തരായ ഭാരതീയരുടെ ആത്മകഥകളെല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള ജീവചരിത്രങ്ങൾ കഥകൾ കോർത്തിണക്കിക്കൊണ്ടുള്ള GP പിള്ളയുടെ കൃതി ഏതെന്ന് ചോദിച്ചാൽ റെപ്രസെന്റേറ്റീവ് ഇന്ത്യൻസ് ആണ്. കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് KP കേശവമേനോൻ ആണെങ്കിൽ തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ GP പിള്ളയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാഭായ് നവറോജി. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്തത് ആരാണ്? കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്തത് ഷൺമുഖം ചെട്ടിയാണ്. 1936 നടന്ന ഇലക്ട്രിസിറ്റി സമരവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര്? ഷൺമുഖം ചെട്ടി. 1936 തൃശ്ശൂരിൽ നടന്നിട്ടുള്ള ഇലക്ട്രിസിറ്റി സമരവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര്? ഷൺമുഖം ചെട്ടി. അപ്പൊ പനമ്പിള്ളി ഗോവിന്ദ മേനോൻ, ഇക്കണ്ട വാര്യർ, S നീലകണ്ഠ അയ്യർ, പരമേശ്വര പിള്ള ഇവരൊക്കെ ആരാണ്? ഇതൊക്കെ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ഭാഗമായിട്ട് വരുന്ന വ്യക്തികളാണ്. ഓക്കെയാണോ? അതുപോലെ K അയ്യപ്പൻ ട്ടോ, K അയ്യപ്പൻ. ഓക്കെ, നമുക്കപ്പോൾ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തെ കുറിച്ച് പഠിക്കേണ്ടത് നമുക്ക് നോക്കാം. എന്തിനാ ഈ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമാകാൻ കാരണം? നമ്മൾ കൊച്ചിയില് പ്രായപൂർത്തി വോട്ടവകാശത്തോടെ ഉള്ള ഉത്തരവാദ ഭരണത്തിന് വേണ്ടി ഒരു രൂപം കൊണ്ട സംഘടനയാണ് പ്രായപൂർത്തി വോട്ടവകാശം. ഓക്കെ, പ്രായപൂർത്തി വോട്ടവകാശത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ആ വോട്ടവകാശത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുക? നല്ലൊരു ഭരണം കാഴ്ചവെക്കുക. ഉത്തരവാദ ഭരണത്തിന് വേണ്ടി രൂപം കൊണ്ട സംഘടനയാണ്. എപ്പോഴാ ഇത് രൂപം കൊണ്ടത്? 1941 ജനുവരി മാസം 26-ാം തീയതിയാണ്. 1941 ജനുവരി മാസം 26-ാം തീയതിയാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം സ്ഥാപിതമാകുന്നത്. അതിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് എവിടെയാണ്? ആദ്യ സമ്മേളനം നടന്നത് ഇരിങ്ങാലക്കുടിയിൽ വെച്ചിട്ടാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് ഇരിങ്ങാലക്കുടിയാണ്. അതിന്റെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? VR കൃഷ്ണൻ എഴുത്തച്ഛൻ ആണ് കേട്ടോ. VR കൃഷ്ണൻ എഴുത്തച്ഛൻ. ഓക്കെ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ. ഓക്കെ, ഇനി നമുക്ക് എന്താ പഠിക്കേണ്ടത്? ഇതിൽ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണ്? ഒന്ന് ഇക്കണ്ട വാര്യർ, രണ്ടാരാ? പനമ്പിള്ളി ഗോവിന്ദ മേനോൻ. നമ്മളിപ്പോ ചർച്ച ചെയ്തതാണ് അല്ലെ? പനമ്പിള്ളി ഗോവിന്ദ മേനോൻ, പിന്നെ K അയ്യപ്പൻ. ഇവർ മൂന്നാളാണ് പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നത്. ഇനി കൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ആര്? കൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് പനമ്പിള്ളി ഗോവിന്ദ മേനോൻ കേട്ടോ. പനമ്പിള്ളി ഗോവിന്ദ മേനോൻ. അപ്പൊ ഇവിടെ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തില് പ്രായപൂർത്തി വോട്ടവകാശത്തോടു കൂടിയിട്ട് എന്ത് ചെയ്യണം? കൊച്ചിയില് ഉത്തരവാദ ഭരണത്തിന് വേണ്ടി രൂപം കൊണ്ട സംഘടനയാണ്. 1941 ജനുവരി മാസം 26-ന് ആദ്യത്തെ സമ്മേളനം നടന്നത് ഇരിങ്ങാലക്കുടിയിലാണ്. ആദ്യത്തെ സെക്രട്ടറി VR കൃഷ്ണൻ എഴുത്തച്ഛനാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇക്കണ്ട വാര്യറും അതേപോലെ തന്നെ പനമ്പിള്ളി ഗോവിന്ദ മേനോനും K അയ്യപ്പൻ. അതുപോലെ ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തികളാണ് S നീലകണ്ഠ അയ്യർ, പരമേശ്വര പിള്ളക്ക. അതൊക്കെ നമ്മുടെ SCRT കിടക്കുന്നുണ്ട്. സാമൂഹിക പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത്. തെറ്റായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദനാണ് ശരിയായ പ്രസ്താവന. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ ശരിയാണ്. കുമാരഗുരുദേവൻ സമത്വ സമാജം അല്ല അല്ലെ? ഇതാണ് തെറ്റ് വന്നിരിക്കുന്നത്. പണ്ഡിറ്റ് കറുപ്പൻ അരയ സമാജമാണ്. കുമാരഗുരുദേവന്റേതാണ് ഏത്? PRDS അല്ലെ? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അല്ലെ? പൊയ്കയിൽ യോഹന്നാൻ അല്ലെ? അല്ലെങ്കിൽ കുമാരഗുരുദേവൻ, പൊയ്കയിൽ അപ്പച്ചൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. സമത്വ സമാജം ആരുടേതാണ്? വൈകുണ്ഠ സ്വാമികളുടേതാണ്. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ. ഇനി നമുക്ക് പണ്ഡിറ്റ് കറുപ്പന്റെ കുറച്ച് സംഘടനകൾ നോക്കാം. റീസെന്റ് ചോദിച്ച ക്വസ്റ്റ്യൻസും കൂടിയിട്ടാണ് കേട്ടോ. വാല സമുദായ പരിഷ്കാരിണി സഭ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വാല സമുദായ പരിഷ്കാരിണി സഭ ആരുടേതാണ്? വാല സമുദായ പരിഷ്കാരിണി സഭ പണ്ഡിറ്റ് കറുപ്പന്റേതാണ്. ഇപ്പൊ അരയ സമാജം നമ്മൾ പഠിച്ചു. കൊച്ചി പുലയ മഹാസഭ, കൊച്ചി പുലയ
മഹാസഭ, കൊച്ചി പുലയ മഹാസഭ, അതുപോലെ തന്നെ കല്യാണദായിനി സഭ, സന്മാർഗ പ്രദീപ സഭ, ജ്ഞാനോദയം സഭ, അരയവംശോദ്ധാരിണി സഭ, അരയവംശോദ്ധാരിണി സഭ, ബാലസമുദായ പരിഷ്കാരിണി സഭ നമ്മൾ പഠിച്ചു, ബാലസേവാ സമിതി, പ്രബോധയ ചന്ദ്രോദയ സഭ, സുധർമ്മ സൂര്യോദയ സഭ. ഇതൊക്കെ പണ്ഡിറ്റ് കറുപ്പന്റേതാണ്. ബാലസമുദായ പരിഷ്കാരി സഭ ഈ അടുത്ത് നടന്ന ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. കൊച്ചി പുലയ മഹാസഭ, കല്യാണദായിനി സഭ, സന്മാർഗ പ്രദീപ സഭ, ജ്ഞാനോദയൻ സഭ, അരയവംശോദ്ധാരിണി സഭ, ബാലസേവാ സമിതി, പ്രബോധയ ചന്ദ്രോദയ സഭ, സുധർമ്മ സൂര്യോദയ സഭ, ഇതൊക്കെ പണ്ഡിറ്റ് കറുപ്പന്റേതാണ്. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? 4 താലൂക്കുകൾ വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് 4 താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുക്കുകയും തെക്കൻ കർണാടകയുടെ ഭാഗമായിട്ടുള്ള ഏതൊക്കെയാണ്? കാസർഗോഡും അതുപോലെ തന്നെ ഹോസ്ദുർഗ് താലൂക്കുകളും നമ്മുടെ കേരളത്തിന് വിട്ടുതരികയും ചെയ്തു. കാസർഗോഡ് ആൻഡ് ഹോസ്ദുർഗ് താലൂക്കുകൾ കേരളത്തിന് വിട്ടുകൊടുത്തു. കേരളത്തിലുള്ള 4 താലൂക്കുകൾ മദ്രാശി ഗവൺമെന്റിനും വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായിരുന്നത്. കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആരംഭിച്ചത്? പറവൂരാണ്. പറവൂര് വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ അടുത്ത് നടന്ന എക്സാം സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ശ്രീ ചിത്തിര തിരുനാൾ വർഷം ആരാണ് തിരുവിതാംകൂർ രാജാവ്? എപ്പോഴും പഠിക്കണം കേട്ടോ. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ വർമ്മയാണ് എന്ത് ചെയ്യുന്നത്? ഈ 1936 ക്ഷേത്രപ്രവേശന വിളംബരം കൊണ്ടുവരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, 36 വിത്തിൻ ഡേറ്റും കൂടി പഠിക്കണം. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നവംബർ മാസം 12-ാം തീയതിക്കാണ് കേട്ടോ. നവംബർ 12. ഓക്കെ, ആ സമയത്ത് തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു? തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാള്. ആ സമയത്ത് ദിവാൻ വന്നിട്ട് സി പി രാമസ്വാമി അയ്യരാണ്. സി പി രാമസ്വാമി അയ്യർ. ഓക്കെയാണോ? രാമസ്വാമി അയ്യർ. ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഗാന്ധിജി വിളിച്ചത് എങ്ങനെയാ? ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിളിച്ചത് എന്തിനാണ്? ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി ഇതിനെ വിശേഷിപ്പിച്ചു. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ടയാണ് കേട്ടോ. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരമാണ്. പിന്നെ അതേപോലെ ജനങ്ങളുടെ അധ്യാത്മ വിമോചനത്തിന്റെ അധികാരരേഖയായ സ്മൃതി എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടതും മഹാത്മാഗാന്ധിജി തന്നെയാണ് കേട്ടോ. എന്താണ് അദ്ദേഹത്തിന്റെ കോട്ടിങ്? ജനങ്ങളുടെ അധ്യാത്മ വിമോചനത്തിന്റെ അധികാരരേഖയായ സ്മൃതി എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ അഭിപ്രായപ്പെട്ടതും ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചതും ഗാന്ധിജി ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ
തീർത്തും അഹിംസാപരവും അതേപോലെ തന്നെ രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ആരാ? സി രാജഗോപാലാചാരിയാണ് കേട്ടോ. സി രാജഗോപാലാചാരി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ഷേത്രപ്രവേശന വിളംബരത്തെ കുറിച്ചാണ്. അതേപോലെ തന്നെ ഈ വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യരാണ് കേട്ടോ. ഉള്ളൂർ എസ് പരമേശ്വര അയ്യരാണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത്. അതുപോലെ തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖ എന്ന് വിശേഷിപ്പിച്ചത് വേലുപ്പിള്ളയാണ് കേട്ടോ. തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖ എന്ന് വിശേഷിപ്പിച്ചത് വേലുപ്പിള്ള. അപ്പൊ നമ്മളിവിടെ പഠിച്ചത് 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. പഠിച്ചു. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു ആ സമയത്ത് തിരുവിതാംകൂറിന്റെ ദിവാൻ. ആ സമയത്ത് തിരുവിതാംകൂർ രാജാവ് ദിവാൻ സസി പി രാമസ്വാമി അയ്യർ. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്നും അതേപോലെ തന്നെ എന്താ ഗാന്ധിജി വേറെ വിശേഷിപ്പിച്ചത്? ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിന്റെ അധികാര രേഖയായ സ്മൃതി എന്നും ഗാന്ധിജി വിശേഷിപ്പിച്ചു. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാരിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യറാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖ എന്ന് വിശേഷിപ്പിച്ചത് ടി കെ വേലുപ്പിള്ളയാണ്. അയ്യങ്കാളി ജനിച്ച ജില്ല. നമ്മൾ അയ്യങ്കാളിയെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. അയ്യങ്കാളി ജനിച്ച ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ് കേട്ടോ. അയ്യങ്കാളി ജനിച്ചത് തിരുവനന്തപുരം. നമ്മൾ അയ്യങ്കാളിയെ കുറിച്ചിട്ട് എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? അയ്യങ്കാളി ജനിച്ചത് അത് ചോദിച്ചതാണ് അല്ലെ. മാസം വിത്ത് ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ എന്ത് ചെയ്യണം? താഴെ കമന്റ് ചെയ്യുക കേട്ടോ. അയ്യങ്കാളി ജനിച്ച വർഷം വിത്ത് മാസം വിത്ത് ഡേറ്റ് ഓക്കെ ആണോ? ഞാൻ നല്ലൊരു ക്ലൂ അടക്കം ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണ് എങ്ങനെ ഓർക്കുക എന്നുള്ളത് അടക്കം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ജനിച്ച ജില്ല എവിടെയാണ്? തിരുവനന്തപുരത്താണ് കേട്ടോ. എവിടെ? തിരുവനന്തപുരത്ത് എവിടെയാണ്? പെരുകാട്ടവിള അല്ലെ, വെങ്ങാനൂര് അല്ലെ, വെങ്ങാനൂര്. അദ്ദേഹത്തിന്റെ പേര് വെങ്ങാനൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അയ്യങ്കാളി എന്നുള്ളത് വരും അല്ലെ. പിന്നെ എന്തൊക്കെയാ നമ്മൾ പഠിച്ചത്? എന്തൊക്കെ കാര്യങ്ങളാണ്? ഞാൻ ഒന്ന് റിവിഷൻ ചെയ്തുതരാം. പുലയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകൻ അല്ലെ. അയ്യങ്കാളി എന്താണ്? പുലയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. റിപ്പീറ്റേഷൻ ആണ്. ഞാൻ എല്ലാം പറഞ്ഞു തന്നാണ്. അയ്യങ്കാളിയെ കുറിച്ചിട്ട് എല്ലാ പോയിന്റും ഇവിടെ ക്ലാസ് എടുത്തു തന്നതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് അയ്യങ്കാളി. ദളിതർക്ക് എന്ത് ചെയ്തു? പൊതുനിരത്തിൽ കൂടിയിട്ട് സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് 1893 അല്ലെ, 1893 വില്ലുവണ്ടി യാത്ര സംഘടിപ്പിക്കുന്നത്. വെങ്ങാനൂരിൽ നിന്നും തിരുവനന്തപുരം വരെയായിരുന്നു വില്ലുവണ്ടി യാത്ര നടത്തിയത്. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് അയ്യങ്കാളി. കുടിപ്പള്ളിക്കൂട് സ്ഥാപിച്ചത് 1905 അതേപോലെ തന്നെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്നതാണ് അല്ലെ പെരിനാട് ലഹള 1915. സാധുജന പരിപാലന സംഘം 1907 അല്ലെ. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച നവോത്ഥാന നായകനാണ്. 1907 പുലയ ലഹള നയിച്ച നേതാവാണ്. 1915 പുലയ ലഹള. മറ്റു പേരുകൾ എന്തൊക്കെയാ നമ്മൾ പഠിച്ചത്? പുലയ ലഹളയുടെ ഊരുട്ടമ്പലം ലഹള, 90-ാം ആണ്ട് ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത് പുലയ ലഹളയാണ്. പെരിനാട് ലഹള അല്ലെങ്കിൽ കല്ലുമാല സമരം അത് 1915 അതേപോലെ തന്നെ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം 1911 1911 ശ്രീമൂലം പ്രജാസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. അതുപോലെ തന്നെ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുള്ള ആദ്യത്തെ ദളിത് വംശജൻ കൂടിയിട്ടാണ് ആര്? അയ്യങ്കാളി. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യത്തെ ദളിത് വംശജനാണ് അയ്യങ്കാളി. അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗത്തിൽ നിന്നും നിയമനിർമ്മാണ സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തിയും അയ്യങ്കാളി തന്നെയാണ്. അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നത് 1912 കേട്ടോ. ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നത് 1912 ബാലരാമപുരത്ത് വെച്ചിട്ടാണ് കണ്ടുമുട്ടുന്നത്. അതുപോലെ ഗാന്ധിജിനെ കണ്ടുമുട്ടുന്നത് എപ്പോഴാണ്? 1937 വെങ്ങാനൂർ. 1912 വെങ്ങാനൂര് ബാലരാമപുരത്ത് വെച്ചിട്ട് കേട്ടോ. ബാലരാമപുരത്ത് വെച്ചിട്ട് ആരെ കണ്ടുമുട്ടി? ഗുരുവിനെ കണ്ടുമുട്ടി. അയ്യങ്കാളിയും ഗുരുവും തമ്മിൽ. 1937 വെങ്ങാനൂര് വെച്ചിട്ട് അയ്യങ്കാളിയും
അതുപോലെ തന്നെ ഗാന്ധിജിയും തമ്മിൽ കണ്ടുമുട്ടി കേട്ടോ. അതേപോലെ അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ആരാണ് അനാച്ഛാദനം ചെയ്തത്? ഇന്ദിരാഗാന്ധിയാണ് അല്ലെ. അയ്യങ്കാളിയുടെ പ്രതിമ രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? ഇസ്രാ ഡേവിഡ് ആണ് കേട്ടോ. ഇസ്രാ ഡേവിഡ് ആണ് അയ്യങ്കാളിയുടെ പ്രതിമ രൂപകൽപ്പന ചെയ്തത്. പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. രണ്ടും ഈ വരുന്ന ആൾക്കാരാണ് അല്ലെ. പ്രതിമ രൂപകൽപ്പന ചെയ്തത് ഇസ്രാ ഡേവിസ് ആണെങ്കിൽ അത് അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്നത് ഏത് പേരിലാ? ശവകുടീരം അറിയപ്പെടുന്നത് പാഞ്ചജന്യം. നമ്മൾ പഠിച്ച കാര്യമാണ്, പാഞ്ചജന്യമാണ്. ഓക്കെ ആണോ? അതുപോലെ തപാൽ സ്റ്റാമ്പ്, അയ്യങ്കാളിയോട് ആദരസൂചകമായിട്ട് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2002 കേട്ടോ. 2002 ഓഗസ്റ്റ് മാസം 12-ാം തീയതിയാണ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കുന്നത്. അയ്യങ്കാളിയെ പുലിയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി ആണെങ്കിൽ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ആണ് അയ്യങ്കാളി എന്ന് പറഞ്ഞത് EK നായനാറാണ്. ആളിക്കത്തെ തീപ്പൊരി എന്ന് വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. ആളിക്കത്തിയ തീപ്പൊരി എന്നാണ് അയ്യങ്കാളിക്കുള്ള വിശേഷണം. അയ്യങ്കാളിയെ കുറിച്ച് എഴുതിയ പുസ്തകം കേരള ചരിത്രത്തിന്റെ ഗതി മാറ്റിയ അയ്യങ്കാളി എന്ന പുസ്തകം ആരുടേതാണ്? ചെന്താരശ്ശേരിയുടേതാണ് അല്ലെ. ചെന്താരശ്ശേരി. അയ്യങ്കാളിയുടെ പ്രശസ്തമായ വാക്കുകളുണ്ട്. എന്തൊക്കെയാണ്? ഞാനിതാ പുലയശിവനെ സൃഷ്ടിക്കുന്നു അല്ലെ, പ്രതിഷ്ഠിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളെല്ലാം മുടിപ്പുല്ല് കുരിപ്പിക്കും എന്ന മുദ്രാവാക്യവുമായിട്ട് സമരം നടത്തിയ നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. അയ്യങ്കാളിയുടെ സ്മാരകം ഏതാണ്? ചിത്രകൂടമാണ് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പാഞ്ചജന്യം, ചിത്രകൂടം ഇതൊക്കെ പ്രീവിയസ് ആണ്. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവൻ തൃശ്ശൂരാണ്. അയ്യങ്കാളിയുടെ പേരിൽ ചെയർ പുറത്തിറക്കിയ സർവകലാശാല കേന്ദ്ര സർവകലാശാല കാസർഗോഡ് ആണ്. അതേപോലെ തന്നെ പെരിനാട് ലഹള അല്ലെങ്കിൽ കല്ലുമാല സമരം 1915. അതില് ഒരു ക്വസ്റ്റ്യൻ വിട്ടു അല്ലെ. എന്താണ്? ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ ആരാണ്? ഗിഫോർഡ് ആണ് അല്ലെ. ഗിഫോർഡ് ആണ്. അപ്പൊ അതില് നമുക്ക് ആറ്റിങ്ങൽ കലാപത്തെ കുറിച്ചിട്ട് പഠിക്കാൻ എന്തൊക്കെയാണ്? ആറ്റിങ്ങൽ കലാപം നടന്നത് 1721 ഏപ്രിൽ മാസം 25-നാണ് ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. വെരി വെരി ഇമ്പോർട്ടന്റ്. 1721 ഏപ്രിൽ മാസം 15 ഏപ്രിൽ മാസം 15 കേട്ടോ. 25 അല്ല, ഏപ്രിൽ മാസം 15. ഏപ്രിൽ മാസം 15-നാണ് ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്ത് വേണാട്ടിലെ ഭരണാധികാരി ആരായിരുന്നു? വേണാട്ടിലെ ഭരണാധികാരി ആദിത്യവർമ്മയായിരുന്നു. ആദിത്യവർമ്മയായിരുന്നു കേട്ടോ. എന്താണ് ഈ ആറ്റിങ്ങൽ കലാപത്തിന്റെ വേറൊരു വിശേഷണം? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. ഓക്കെ. 150ഓളം ബ്രിട്ടീഷുകാർ കൊല്ലപ്പെട്ടു എന്നാണ് നമ്മുടെ SCRT-യിലൊക്കെ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്നിട്ട് ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? വേണാട് ഉടമ്പടിയാണ്. വേണാട് ഉടമ്പടി. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്നിട്ട് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. 1723 വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരാണ്? നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരില് ആരാണ്? മാർത്താണ്ഡവർമ്മ അല്ലെ. മാർത്താണ്ഡവർമ്മ ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മ എന്ന പേരിലാണോ? അല്ല. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരില് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചത് ആരാ? അലക്സാണ്ടർ ഓം ആണ്. അപ്പൊ ഇവര് രണ്ടുപേരാണ് കേട്ടോ. അലക്സാണ്ടർ ഓം. ഓക്കെ. അതേപോലെ ഈ വേണാട് ഉടമ്പടിയുടെ ഒരു പ്രത്യേകത എന്താ ചോദിച്ചാൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഭാരതീയ രാജാവുമായിട്ട്, അതായത് മാർത്താണ്ഡവർമ്മയാണ് അല്ലെ, ഒരു ഭാരതീയ രാജാവുമായി ആദ്യമായിട്ട് ഒപ്പിട്ട ഒരു ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി എന്ന് പറയുന്നത്. ഈ ഉടമ്പടി പ്രകാരം എന്തായിരുന്നു ഈ വേണാട് ഉടമ്പടിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങള്? തിരുവിതാംകൂർ രാജാവ്, ഇപ്പൊ തിരുവിതാംകൂർ രാജാവ് ആരാ? ഒപ്പുവെച്ചത് ആരാ? മാർത്താണ്ഡവർമ്മ. ഈ തിരുവിതാംകൂർ രാജാവ് സ്വന്തം ചെലവില് ഇംഗ്ലീഷുകാർക്ക് കുളച്ചലില് ഒരു കോട്ട കെട്ടിക്കൊടുക്കാമെന്ന് ഏറ്റു. കുളച്ചലില് കേട്ടോ. കുളച്ചലില് ഒരു കോട്ട കെട്ടിക്കൊടുക്ക
ആര്? തിരുവിതാംകൂർ രാജാവ് സ്വന്തം ചെലവില് ഇംഗ്ലീഷുകാർക്ക് കുളച്ചലില് ഒരു കോട്ട കെട്ടിക്കൊടുക്കാം എന്നതായിരുന്നു ഈ വേണാട് ഉടമ്പടിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങള്. മനസ്സിലായോ? ഇതിനെ തുറന്നിട്ടൊക്കെയാണ് 1723 ഉടമ്പടിയൊക്കെ കഴിഞ്ഞ് 1741 ആകുമ്പോൾ കുളച്ചൽ യുദ്ധത്തില് ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലൊക്കെ ഇതാകുന്നതും അതിലും ആരാണ് ഡച്ചുകാരെ പരാജയപ്പെടുന്നതും കുളച്ചൽ പിടിച്ചടക്കുന്നതും മനസ്സിലാവുന്നോ? അതൊക്കെ നടക്കുന്നത് കേട്ടോ. ഇവിടെ ആറ്റിങ്ങൽ കലാപത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. 1721 ഏപ്രിൽ മാസം 15-ാം തീയതിയാണ് ആറ്റിങ്ങൽ കലാപം. കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സംഘടിത കലാപമാണ്. ആ സമയത്ത് വേണാട്ടിലുണ്ടായിരുന്ന ഭരണാധികാരിയാണ് ആദിത്യ വർമ്മ. ആരാണ്? വേണാടിലെ ഭരണാധികാരിയായിരുന്നു ആദിത്യ വർമ്മ. പിന്നെ ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. 150ഓളം ഇംഗ്ലീഷുകാര് ഇതില് വധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി 1723. വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പിട്ട തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചത് അലക്സാണ്ടർ ഓമാണ്. എന്തായിരുന്നു വേണാട് ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള്? തിരുവിതാംകൂർ രാജാവിന്റെ സ്വന്തം ചെലവില് കുളച്ചലില് ഇംഗ്ലീഷുകാർക്ക് വേണ്ടിയിട്ട് ഒരു കോട്ട കെട്ടിക്കൊടുക്കാം എന്നതായിരുന്നു വേണാട് ഉടമ്പടിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. വാഗൺ ട്രാജഡി നടന്ന വർഷം ഇതില് ആൻസർ ഇല്ല. 1921 നവംബർ മാസം 10-ാം തീയതിയാണ് കേട്ടോ. 1921 എന്താണ്? ഈ മലബാർ കലാപം അല്ലെ? മലബാർ കലാപവുമായിട്ട് ഉണ്ടായ ഒരു കുപ്രസിദ്ധമായ സംഭവമാണ് വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. 1921 നവംബർ മാസം 10-ാം തീയതിയാണ്. അതായത് ഈ വാഗൺ ട്രാജഡി പറഞ്ഞാൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഈ മലബാറിലെ കലാപകാരികളെ ഗുഡ്സ് വാഗണിൽ നിറച്ചിട്ട് തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക്, എവിടെ നിന്നാണ്? മലബാർ കലാപകാരികളെ തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് എന്ത് ചെയ്യുകയാണ്? ഒരു ഗുഡ്സ് നമ്മളെ ഇതുണ്ടാവുമല്ലോ ട്രെയിനില്, വാഗണിൽ നിറച്ചിട്ട് ബല്ലാരി ജയിലിലേക്ക്, ഏത് ജയിലിലേക്കാണ്? ബല്ലാരി കേട്ടോ. ബല്ലാരി ജയിലിലേക്ക് കൊണ്ടുപോകും വഴി എന്ത് ചെയ്തു? മൊത്തം 90 പേര് ആ വാഗണിൽ ഉണ്ടായിരുന്നു. കേൾക്കുന്നുണ്ടോ? 90 പേരില് 67 പേരും എന്ത് ചെയ്തു? ശ്വാസം മുട്ടിയിട്ട് ആ വാഗണിൽ മരിച്ചു. ആ സംഭവമാണ് ഏത്? വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. 67 പേരാണ് അതായത് റെക്കോർഡുകൾ പ്രകാരം. പക്ഷെ SCRT പറയുന്നത് 72 പേരാണ് കേട്ടോ. SCRT 72 പേരാണ്. അപ്പൊ ഈ കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന്, ഇപ്പൊ മലബാർ കലാപകാരികളെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ബല്ലാരി ജയിലിലേക്ക് വാഗണില്, ഗുഡ്സ് വാഗണില് തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് അങ്ങനെ ശ്വാസം കിട്ടുമോ? കിട്ടില്ല അല്ലെ. അപ്പൊ അതിൽ ഈ 90 പേരിൽ 72 പേരും മരിച്ചു. ബാക്കി എത്ര പേരാണുള്ളത്? 18 പേരെ ആകെ ഉള്ളൂ അല്ലെ. അപ്പൊ ഇതിന് നേതൃത്വം കൊടുത്ത ബ്രിട്ടീഷ് മേധാവി ആരായിരുന്നു? ഏത് ബ്രിട്ടീഷുകാരനായിരുന്നു? ഹിച്ച്കോക്ക് ആയിരുന്നു. ആരാണ്? ഹിച്ച്കോക്ക്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. TS ഹിച്ച്കോക്കാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. അതുപോലെ ഈ വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത് കോയമ്പത്തൂരിനടുത്തുള്ള സ്റ്റേഷൻ ഏതാണ്? ഇപ്പൊ ഇവര് കോയമ്പത്തൂരിലേക്കാണ് കൊണ്ടുപോകുന്നത് പറഞ്ഞു. അപ്പൊ അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ ഇത് അറിയിക്കണം അല്ലേ. അപ്പൊ ആ വാഗൺ ട്രാജഡിയുടെ റിപ്പോർട്ട് ചെയ്ത കോയമ്പത്തൂരിനടുത്തുള്ള സ്റ്റേഷൻ ഏതാണ്? പോത്തന്നൂർ സ്റ്റേഷൻ ആണ് കേട്ടോ. പോത്തന്നൂർ സ്റ്റേഷൻ. ഇനി വാഗൺ ട്രാജഡിയെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ്? നേപ്പ് കമ്മീഷൻ ആണ് കേട്ടോ. അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള കമ്മീഷനാണ് നേപ്പ് കമ്മീഷൻ. മലബാർ കലാപങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തിയ കമ്മീഷൻ ഏതാണ്? സ്ട്രേഞ്ച് കമ്മീഷൻ ആണ് കേട്ടോ. സ്ട്രേഞ്ച്. മലബാർ കലാപങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തിയ കമ്മീഷനാണ് TL സ്ട്രേഞ്ച്. വാഗൺ ട്രാജഡിയെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് നേപ്പ് കമ്മീഷൻ. അവിടെ പഠിക്കണം. അതുപോലെ തന്നെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചത് സുമിത് സർക്കാരാണ്. വാഗൺ ട്രാജഡിയെ കുറിച്ച് എന്താണ്? ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ. ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വാഗൺ ട്രാജഡി സംഭവത്തെ വിശേഷിപ്പിച്ചത് സുമിത് സർക്കാർ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സുമിത് സർക്കാരാണ്. ഓക്കെ ആണോ? വാഗൺ ട്രാജഡി സ്മാരകം എവിടെയാണ്? പ്രീവിയസ് ആണ്. തിരൂരാണ് കേട്ടോ. വാഗൺ ട്രാജഡി സ്മാരകം തിരൂരാണ്. മലബാർ കലാപം അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവിയാണ് ആര്? ഹിച്ച്കോക്ക് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇവര് ജയിലിലേക്ക്, അതായത് തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലെ ബെല്ലാരി ജയിലിലേക്ക് കൊണ്ടുപോയത് ഹിച്ച്കോക്കാണ് എന്ന് പറഞ്ഞു അല്ലെ. ഈ മലബാർ കലാപത്തിന്
അടിച്ചമർത്തിയ പോലീസ് മേധാവിയും ആര് തന്നെയാണ്? ഹിച്ച്കോക്ക് തന്നെയാണ് കേട്ടോ. പക്ഷേ മലബാർ കലാപകാരികൾ കൊലപ്പെടുത്തിയ പോലീസ് മേധാവി ആര് എന്ന് ചോദിച്ചാൽ ഹിച്ച്കോക്കാണ്. മലബാർ കലാപകാരികൾ കറക്റ്റ് അങ്ങോട്ട് പണി കൊടുത്തപ്പോ തിരിച്ച് എന്ത് ചെയ്തു? ഹിച്ച്കോക്കിന് ഇങ്ങോട്ട് ഇട്ട് പണി കൊടുത്തു അല്ലെ. ഹിച്ച്കോക്കിനെ വധിച്ചത് മലബാർ കലാപകാരികൾ കേട്ടോ, പോലീസ് മേധാവി. അതേപോലെ ഈ ഹിച്ച്കോക്കിന്റെ സ്മാരകം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ നമുക്കറിയാം മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്നതാണല്ലേ ഈ സംഭവങ്ങളൊക്കെ. അപ്പൊ ഈ മലബാറില് ഈ ഹിച്ച്കോക്കിനെ മലബാർ കലാപകാരികൾ കൊന്നു അല്ലേ, വധിച്ചു. എന്നിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? മലബാർ കലാപകാരികളല്ല, ഇംഗ്ലീഷുകാര് ഈ ഹിച്ച്കോക്കിന്റെ പ്രതിമ എന്ത് ചെയ്തു? അവിടെ സ്ഥാപിച്ചു. അപ്പൊ ഈ ഹിച്ച്കോക്കിന്റെ പ്രതിമ അവിടെ ഇംഗ്ലീഷുകാരുടെ പ്രതിമ ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ ഹിച്ച്കോക്കിന്റെ സ്മാരകം പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് സമരത്തിൽ പങ്കെടുക്കുകയും മലബാർ കലാപത്തെ കുറിച്ച് പടപ്പാട്ട് എഴുതുകയും ചെയ്ത വ്യക്തിയാണ് കുമ്പളത്ത് ഗോവിന്ദൻ നായർ അല്ലെ. കമ്പളത്ത് എന്നും പറയേണ്ട കുമ്പളത്ത് ഗോവിന്ദൻ നായർ. ഓക്കെ, അപ്പൊ ചോദ്യം വരാം, കുമ്പളത്ത് ഗോവിന്ദൻ നായർ പടപ്പാട്ട് രചിക്കാൻ ഇടയുണ്ടായ സാഹചര്യം എന്തെന്ന് ചോദിച്ചാൽ ഹിച്ച്കോക്കിന്റെ സ്മാരകം പൊളിച്ചു മാറ്റമെന്ന് ആവശ്യപ്പെട്ട് സമരത്തിൽ പങ്കെടുക്കുകയും മലബാർ കലാപത്തെ കുറിച്ച് പടപ്പാട്ട് രചിക്കുകയും ചെയ്ത വ്യക്തിയാണ് കുമ്പളത്ത് ഗോവിന്ദൻ നായർ. അപ്പൊ വാഗൺ ട്രാജഡിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടി റിവിഷൻ ചെയ്യാം. മലബാർ കലാപത്തിന്റെ ഭാഗമായി ഉണ്ടായ സംഭവമാണ് വാഗൺ ട്രാജഡി. 1921 നവംബർ മാസം 10-ാം തീയതിയാണ് തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് ഗുഡ്സ് വാഗണിൽ ബെല്ലാരി ജയിലിലേക്ക് 90 പേരടങ്ങുന്ന മലബാർ കലാപകാരികളെ കൊണ്ടുപോവുകയായിരുന്നു. അതിന് നേതൃത്വം കൊടുത്ത പോലീസ് മേധാവിയാണ് ഹിച്ച്കോക്ക്. വാഗൺ ട്രാജഡിയെ കുറിച്ചിട്ട് അങ്ങനെ 72 പേർ ശ്വാസം മുട്ടി മരിക്കുകയാണ് ഉണ്ടായത്. ആ സംഭവമാണ് വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. എവിടെയൊക്കെയാണ് റിപ്പോർട്ട് ചെയ്തത്? വാഗൺ ട്രാജഡി സംഭവം റിപ്പോർട്ട് ചെയ്തത് പോത്തന്നൂർ സ്റ്റേഷനിലാണ്, കോയമ്പത്തൂരാണ്. വാഗൺ ട്രാജഡിയെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ നേപ്പ് കമ്മീഷനാണ്. മലബാർ കലാപത്തെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ സ്ട്രേഞ്ച് കമ്മീഷനാണ്. വാഗൺ ട്രാജഡിയെ കുറിച്ചിട്ട് ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷം നൽകിയത് സുമിത് സർക്കാരാണ്. വാഗൺ ട്രാജഡി സ്മാരകം തിരൂരാണ്. ഹിച്ച്കോക്ക് എന്താണ്? ഹിച്ച്കോക്ക് മലബാർ കലാപം അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവിയാണ് ഹിച്ച്കോക്ക്. മലബാർ കലാപകരെ കൊലപ്പെടുത്തിയ പോലീസ് മേധാവിയും ഹിച്ച്കോക്ക് തന്നെയാണ്. ഹിച്ച്കോക്കിന്റെ സ്മാരകം പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് മലബാർ കലാപത്തിൽ പങ്കെടുക്കുകയും പടപ്പാട്ട് എഴുതി രചിക്കുകയും ചെയ്ത വ്യക്തിയാണ് കുമ്പളത്ത് ഗോവിന്ദൻ നായർ. ിൽ 1896 മാർച്ച് മാസം 26-ാം തീയതി ജനിച്ച നവോത്ഥാന നായകൻ. ഇവിടെ നമുക്ക് മാസം വിത്ത് ഡേറ്റ് അറിയില്ലെങ്കിൽ പൊന്നാനി താലൂക്ക് ഉള്ളത് കൊണ്ട് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. VT ഭട്ടതിരിപ്പാടാണ് കേട്ടോ. മലപ്പുറം ജില്ലയിലെ തൃത്താല പഞ്ചായത്തില് മലപ്പുറം ജില്ല പഞ്ചായത്ത് ഏതാണ്? തൃത്താല പഞ്ചായത്ത്. താലൂക്ക് ഏതാ? പൊന്നാനി താലൂക്കിൽ ജനിച്ച ആളാണ് VT ഭട്ടതിരിപ്പാട്. VTയുടെ ഫുൾ ഫോം നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്? കഴിഞ്ഞ ക്ലാസ് എന്താ പഠിച്ചേ? വെള്ളിത്തിരുത്തി താഴത്തുമനയിൽ രാമൻ ഭട്ടതിരിപ്പാട് എന്നാണ് VT ഭട്ടതിരിപ്പാടിൻ്റെത് അല്ലെ. നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചു. യോഗക്ഷേമ സഭ 1908 അടുക്കളയിൽ നിന്ന് മരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് 1929 അദ്ദേഹത്തിന്റെ പ്രശസ്തമായ നാടകമാണ്. അതുപോലെ തന്നെ കണ്ണീരും കിനാവും ആരുടേതാണ്? അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. ഞാൻ എഴുതുന്നില്ല, അതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. കണ്ണീരും കിനാവും അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. ഒക്കെയാണോ? അതുപോലെ തന്നെ നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന് ഇത് കൊണ്ടുവന്നത് ആരാണ്? അത് VT ഭട്ടതിരിപ്പാടാണ്. പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ യാചനായാത്ര അല്ലെ നമ്മൾ പഠിക്കാനുണ്ട്. യാചനായാത്ര അദ്ദേഹം നടത്തിയത് 1931 ഏപ്രിൽ മാസം 26-നാണ് യാചനായാത്ര. എന്തിനാ യാചനായാത്ര നടത്തിയത് അദ്ദേഹം? എന്തിനാണ്? കേരളത്തില് ദരിദ്ര വിദ്യാർത്ഥികളുടെ പഠനത്തിനായിട്ടുള്ള തുക സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാൽനട പ്രചരണ ജാഥയായിരുന്നു യാചനായാത്ര. ദരിദ്രരുടെ എന്തിനു വേണ്ടിയിട്ടാണ്? ആർക്ക്? വിദ്യാർത്ഥികൾക്ക് അല്ലെ. ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠനയാത്രയ്ക്കുള്ള ചെലവിന്റെ തുക കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് 1931 ഏപ്രിൽ മാസം 26-ാം തീയതി അദ്ദേഹം യാചനായാത്ര നടത്തുന്നത്. തൃശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെ അല്ലെ. തൃശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെയാണ്. എത്ര ദിവസം നീണ്ടു നിന്നു യാചനായാത്ര? 7 ദിവസമാണ് കേട്ടോ. 7 ദിവസം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 7 ദിവസം നീണ്ടു നിന്നു കേട്ടോ.
അതുപോലെ തന്നെ അദ്ദേഹം ഒരു സാമൂഹ്യ പരിഷ്കരണ ജാഥ നയിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? 1968 കേട്ടോ, 1968 മിശ്ര വിവാഹ പ്രചരണത്തിന് വേണ്ടിയിട്ട് കാഞ്ഞങ്ങാട്ട് നിന്നും ചെമ്പഴന്തി വരെ, കാഞ്ഞങ്ങാട് ടു ചെമ്പഴന്തി വരെ അദ്ദേഹം ഒരു സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ച വ്യക്തിയാണ് VT ഭട്ടതിരിപ്പാട്. അതുപോലെ തന്നെ കുടുംബ മുറിക്കൽ, നമ്മൾ അയ്യത്താൻ ഗോപാലിനെ കുറിച്ചിട്ട് പഠിച്ചപ്പോൾ പറഞ്ഞു അല്ലേ, കുടുംബ മുറിക്കൽ, പരിവേദനം, മിശ്രഭോജനം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയ, മിശ്രഭോജനം സഹോദരൻ അയ്യപ്പനാണ് പറഞ്ഞിട്ട് വരല്ലേ മക്കളെ. മിശ്രഭോജനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, മിക്സഡ് ആയിട്ടുള്ള എല്ലാവരും ചേർന്നിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അത് ചട്ടമ്പി സ്വാമികളും അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്, VT ഭട്ടതിരിപ്പാടും നേതൃത്വം കൊടുത്തിട്ടുണ്ട്. നവോത്ഥാന നായകരിൽ ഏകദേശം പേരൊക്കെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ നേതൃത്വം. പക്ഷെ നമ്മൾ എപ്പോഴും മിശ്രഭോജനം എന്ന സംഘടന കൊണ്ടുവന്നത് സഹോദരൻ അയ്യപ്പൻ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇതും എന്താണ്, അത് നമ്മൾ അങ്ങനെ ചോദിക്കും. അപ്പൊ നിങ്ങൾ അത് എഴുതിയാൽ മതി. ഞാൻ ഇതൊരു ഉദാഹരണം ഇതിൽ തന്നിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞൊന്നും മാത്രമേ ഉള്ളൂ കേട്ടോ. കുടുംബമുറിക്കൽ, പരിവേദനം, മിശ്രഭോജനം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് VT ഭട്ടതിരിപ്പാട്. അപ്പൊ വേറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. അപ്പൊ ഇവിടെ എന്തൊക്കെയാ പഠിച്ചത്? മലപ്പുറം ജില്ലയിലെ തൃത്താല പഞ്ചായത്തിലെ പൊന്നാനി താലൂക്കിലാണ് ആര് ജനിച്ചത്? വെള്ളിത്തിരുത്തി താഴത്തുമനയിൽ രാമൻ ഭട്ടതിരിപ്പാട് എന്ന VT ഭട്ടതിരിപ്പാട് ജനിച്ചത്. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ലക്ഷ്യം എന്ന് പറയുന്നത്. 1931 ഏപ്രിൽ മാസം 26-ാം തീയതിയാണ് യാചനാ യാത്ര നടത്തിയത്. എന്തിനു വേണ്ടി? ദരിദ്രരായ കുട്ടികളുടെ, വിദ്യാർത്ഥികളുടെ പഠന ചെലവിന് വേണ്ടി തുക സമാഹരിക്കാൻ വേണ്ടിയിട്ടാണ് തൃശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന യാചനാ യാത്ര അദ്ദേഹം സംഘടിപ്പിക്കുന്നത്. 1968 മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കാഞ്ഞങ്ങാട് നിന്ന് മുതൽ ചെമ്പഴന്തി വരെ പരിഷ്കരണ ജാഥ നയിച്ചതും അദ്ദേഹമായിരുന്നു. കുടുംബമുറിക്കൽ, പരിവേദനം, മിശ്രഭോജനം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് VT ഭട്ടതിരിപ്പാട്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ആത്മകഥയാണ്. ഏതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ? കണ്ണീരും കിനാവും. അദ്ദേഹത്തിന്റെ പ്രശസ്ത നാടകം ഏതാണ്? അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് 1908. എവിടെയാ സ്ഥാപിതമായത് യോഗക്ഷേമ സഭ? എവിടെയാണ്? ആലുവയിലാണ്. 1908 യോഗക്ഷേമ സഭ സ്ഥാപിക്കുന്നത്. എന്തായിരുന്നു അതിന്റെ ആപ്തവാക്യം? നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന ആപ്തവാക്യത്തോട് കൂടിയിട്ടാണ് യോഗക്ഷേമ സഭ നിലവിൽ വരുന്നത്. അതിന്റെ മുഖപത്രം എന്തായിരുന്നു? മംഗളോദയം. യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെയാണോ? ഇത്രയും കാര്യങ്ങള് VT ഭട്ടതിരിപ്പാടിനെ കുറിച്ചിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. VTയുടെ ആദ്യത്തെ കഥാസമാഹാരം ഏതാണ്? VTയുടെ ആദ്യത്തെ നമ്മൾ നാടകം പറഞ്ഞു അല്ലെ, അടുക്കളയിൽ നിന്ന് മരങ്ങത്തേക്ക്. അദ്ദേഹത്തിന്റെ ആത്മകഥ പറഞ്ഞു, കണ്ണീരും കിനാവും. അദ്ദേഹം ഒരു സഭ സ്ഥാപിച്ചു. ഏത് സഭ? യോഗക്ഷേമ സഭ അല്ലെ, ആലുവയിലെ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ കഥാസമാഹാരം ഏത് എന്ന് ചോദിച്ചാൽ അത് രജനി രംഗമാണ്. രജനി രംഗമാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ കഥാസമാഹാരം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കൃതികൾ ഒരുപാട് പഠിക്കാനുണ്ട്. ഒന്ന് പഠിക്കുക രജനി രംഗം, ഒന്ന് കണ്ണീരും കിനാവും. ദക്ഷിണായനം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ദക്ഷിണായനം 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദക്ഷിണായനം ആരുടെ കൃതി? ദക്ഷിണായനം VT ഭട്ടതിരിപ്പാടിന്റെ കൃതിയാണ്. ചക്രവാളങ്ങൾ, പോംവഴി, പൊഴിഞ്ഞ പൂക്കൾ, വെടിവട്ടം, സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു, എന്റെ മണ്ണ്, കരിഞ്ചന്ത, കാലത്തിന്റെ സാക്ഷി, കർമ്മ വിഭാഗം, ജീവിത സ്മരണകൾ, വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യരും. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വിശക്കാത്ത ദൈവവും പിന്നെ വിശക്കുന്ന മനുഷ്യരും. ഇത് രണ്ടും പ്രീവിയസ് ആണ്. വിശക്കുന്ന മനുഷ്യരും ഇതാരുടേതാണ്? VT ഭട്ടതിരിപ്പാടിന്റെ. ദക്ഷിണായനം അടുത്ത് നടന്ന എക്സാമിന് ചോദിച്ചതാണ്. VT ഭട്ടതിരിപ്പാടിന്റേതാണ്. എന്റെ മണ്ണ്, കരിഞ്ചന്ത, കാലത്തിന്റെ സാക്ഷി, ജീവിത സ്മരണകൾ, സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു, ചക്രവാളം, പൊഴിഞ്ഞ പൂക്കൾ. ഓക്കെ, രജനി രംഗം ആദ്യത്തെ കഥ സമാഹാരം അല്ലെ, രജനി രംഗം. ഇത്രയും കാര്യങ്ങള് VT ഭട്ടതിരിപ്പാടിനെ കുറിച്ച് പഠിക്കും.
താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധം ഇല്ലാത്തത് ഏതാണ്? ഇപ്പൊ ഗാന്ധിജിയുമായിട്ട് പക്ഷെ കേരള സന്ദർശനമായപ്പോ ക്വസ്റ്റ്യൻ എടുത്തോന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഗാന്ധിജിയൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് പറഞ്ഞ് ചർച്ച ചെയ്യാം. ഗാന്ധിജി വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വന്നിട്ടുണ്ട്. ഹരിജൻ ധന സമാഹരണത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഖിലാഫത്ത് സമരം നടക്കുന്ന സമയത്ത് വന്നു അല്ലെ, ആ സമയത്ത് തന്നെയാണ് നിസ്സഹന സമര പ്രചരണാർത്ഥം അദ്ദേഹം എത്താത്തത്. പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം എത്താത്തത് കേട്ടോ. കാരണം നമുക്കറിയാം പാലിയം സത്യാഗ്രഹം നടക്കുന്നത് 1947 പാലിയം സത്യാഗ്രഹം നടക്കുന്നത് അല്ലേ. അപ്പൊ ആ സമയത്തല്ല വന്നിരിക്കുന്നത് കേട്ടോ. എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട് ഗാന്ധിജി? 5 തവണ കേട്ടോ. അത് ചോദ്യമാണ്. രണ്ടാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്നത്. 5ാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് നടന്നത്. എത്ര സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട് നമുക്ക് നോക്കാം. 1916 ആനി ബസന്റ് അധ്യക്ഷത വഹിച്ചുകൊണ്ട് അധ്യക്ഷത വഹിച്ച പാലക്കാട് ജില്ലാ സമ്മേളനം 1916. ഓക്കെയാണോ? 1917 അതിന്റെ തൊട്ട് അടുത്ത വർഷം മലബാർ ജില്ലാ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടായിരുന്നു? കോഴിക്കോട് വെച്ചിട്ടായിരുന്നു. പാലക്കാട് കഴിഞ്ഞു, രണ്ടാമത് കോഴിക്കോട് എത്തി. അതിന്റെ അധ്യക്ഷത വഹിച്ചത് സർ CP രാമസ്വാമി അയ്യരാണ്. സർ CP രാമസ്വാമി അയ്യർ. ഓക്കെ. ഇനി അടുത്തത് 1918 നടന്നു. അതിന്റെ അധ്യക്ഷൻ അലി മുസലിയാർ ആണ്. അലി മുസലിയാർ. അത് എവിടെ വെച്ചിട്ടായിരുന്നു? തലശ്ശേരിയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. അത് തലശ്ശേരിയിൽ വെച്ചിട്ടായിരുന്നു. ഇനി 1919 എവിടെ വെച്ചിട്ടാണ്? വടകരയിൽ വെച്ചിട്ടാണ് സമ്മേളനം നടന്നത്. അതിന്റെ അധ്യക്ഷൻ KP രാമൻ മേനോൻ ആയിരുന്നു. KP രാമൻ മേനോൻ. ഓക്കെ. അടുത്തത് 1920 എവിടെ വെച്ചിട്ടാണ്? മഞ്ചേരിയിൽ വെച്ചിട്ടായിരുന്നു. 1920 മഞ്ചേരിയിൽ വെച്ചിട്ടായിരുന്നു. അതിന്റെ അധ്യക്ഷൻ കസ്തൂരി രംഗ അയ്യങ്കാർ. ഓക്കെ. ഇതാണ് 5 മലബാർ രാഷ്ട്രീയ സമ്മേളനങ്ങൾ. പഠിച്ചു വെക്കണം. 16 ആനി ബസന്റ് പാലക്കാട്, 1917 സർ CP രാമസ്വാമി അയ്യർ എവിടെ വെച്ചിട്ടാണ്? കോഴിക്കോട് വെച്ചിട്ടാണ്. 18 അലി മുസലിയാർ തലശ്ശേരിയിലായിരുന്നു സമ്മേളനം വേദി. 19 KP രാമൻ മേനോൻ അധ്യക്ഷത വഹിച്ചുകൊണ്ട് വടകര സമ്മേളനം. 1920 കസ്തൂരി രംഗ അയ്യങ്കാർ അധ്യക്ഷത വഹിച്ച അവസാനത്തെ രാഷ്ട്രീയ സമ്മേളനം മഞ്ചേരിയിൽ വെച്ചിട്ട് നടന്നു. അപ്പൊ 5ാമത്തേതാണ് 1920 നടന്നിട്ടുണ്ട്. നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരെല്ലാം? ഒരേ വർഷം ജനിച്ചത് ഡോക്ടർ പൽപ്പുവും അയ്യങ്കാളിയുമാണ്. അയ്യങ്കാളി 1863 ഓഗസ്റ്റ് മാസം 28-ാം തീയതി ജനിച്ചു. 1863 നവംബർ മാസം 2-ാം തീയതി ആര് ജനിച്ചു? പൽപ്പു ജനിച്ചു. മനസ്സിലായപ്പോ ഒരേ വർഷമാണ്. 1863 ഓഗസ്റ്റ് 28 അയ്യങ്കാളി, 1863 നവംബർ 2 ഡോക്ടർ പൽപ്പുവും ജനിച്ചു. മനസ്സിലായോ? ഇനി നമുക്ക് മെയിൻ ആയിട്ട് ഇപ്പൊ ചിലപ്പോ ഈ മറ്റേ ചട്ടമ്പി സ്വാമികളുടെ ഇതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ജനിച്ചത് ചോദിക്കാറുണ്ട്. ചട്ടമ്പി സ്വാമികള്, വൈകുണ്ഠ സ്വാമികള്, ശ്രീനാരായണ ഗുരുവിന്റെ അതൊക്കെ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് വർഷം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. 1863 അയ്യങ്കാളിയും പൽപ്പുവും. അപ്പൊ 1853 കേട്ടോ. 1853 ചട്ടമ്പി സ്വാമികൾ കേട്ടോ. ഒരു 10 വർഷം മുമ്പ് കേട്ടോ. 1853 ഓഗസ്റ്റ് മാസം 25 ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഓഗസ്റ്റ് 25. ഓഗസ്റ്റ് 25 എളുപ്പമാണല്ലോ ഇത് പഠിക്കാൻ. 63 ഓഗസ്റ്റ് 28 അയ്യങ്കാളി. ഇവിടെയോ 1853 ഓഗസ്റ്റ് മാസം 25 ചട്ടമ്പി സ്വാമികൾ. ഓഗസ്റ്റ് 25 പ്രത്യേകത ജീവകാരുണ്യ ദിനമായിട്ട് ആചരിച്ചു വരുന്നത് ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമാണ്. മനസ്സിലായോ? 1853 ചട്ടമ്പി സ്വാമികള്. 1809 വൈകുണ്ഠ സ്വാമികൾ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവായിട്ട് കാണപ്പെടുന്നത് അല്ലെ. അതൊക്കെ കണ്ടോ എത്ര
വ്യത്യാസമുണ്ട് വർഷങ്ങൾ തമ്മിൽ. വൈകുണ്ഠസ്വാമികൾ 1809 കേട്ടോ. അതേപോലെ നമ്മുടെ വാഗ്ബടാനന്ദനില്ലേ, വാഗ്ബടാനന്ദൻ 1885. എങ്ങനെ നമ്മളത് ആലോചിക്കുക? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് 1885 INC സ്ഥാപിതമാകുന്നത്. അതേ വർഷം തന്നെയാണ് വാഗ്ബടാനന്ദനും ജനിക്കുന്ന വർഷം കേട്ടോ. വാഗ്ബടാനന്ദൻ 1885. അപ്പൊ 5 പേരെ നമ്മൾ പഠിച്ചു. ഓക്കെ, നമുക്ക് എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമുക്ക് വേറെ വർഷങ്ങൾ പഠിക്കട്ടെ, അല്ലെങ്കിൽ എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് എന്ത് ചെയ്യും, കൺഫ്യൂഷൻ ആയിട്ട് അങ്ങോട്ട് മാറും അല്ലേ. അപ്പൊ ഇവിടെ അയ്യങ്കാളിയും പൽപ്പുവും 1863. അതിന്റെ 10 വർഷം മുമ്പ് ആര് ജനിച്ചു? ചട്ടമ്പി സ്വാമികൾ ജനിച്ചു. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് ആദ്യത്തെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? നമ്മൾ വൈകുണ്ഠ സ്വാമികളാണ്. അത് 1809. പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷമാണ് വാഗ്ബടാനന്ദൻ ജനിക്കുന്ന വർഷം 1885. ിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏതാണ്? കാസർഗോഡ് ജില്ലയിൽ നടന്നത് കയ്യൂർ സമരമാണ്. കയ്യൂർ സമരമാണ് ഇവിടെ നടക്കുന്നത്, കാസർഗോഡ് ജില്ലയിൽ നടക്കുന്നത്. കരിവള്ളൂർ സമരമൊക്കെ കണ്ണൂരാണ് കേട്ടോ. പുന്നപ്രവേല സമരമൊക്കെ ആലപ്പുഴയാണ്. കയ്യൂർ സമരം താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരമാണ് കയ്യൂർ സമരം. ഈ തോൽവിറക് സമരം നടന്നത് എവിടെയാണ്? തോൽവിറക് സമരം അതും കാസർഗോഡ് ജില്ലയിലാണ്. തോൽവിറക് സമരം കാസർഗോഡ് ജില്ലയിലാണ്. കരിവെള്ളൂർ സമരം കണ്ണൂരാണ്. പിന്നെ കൂത്താളി സമരം, കൂത്താളി സമരം കോഴിക്കോടാണ് കേട്ടോ. കൂത്താളി സമരം കോഴിക്കോട് ജില്ലയിലാണ്. പിന്നെ കൂടംകുളം സമരം എന്ന് പറയും അല്ലേ, അതെവിടെയാ? ഇരിങ്ങാലക്കുടയിലാണ്. ഇരിങ്ങാലക്കുട കേട്ടോ. പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് മലബാറിൽ നേതൃത്വം നൽകിയ വനിത ആരാണ്? AV കുട്ടിമാളു അമ്മയാണ് മലബാറില്. അക്കമ്മ ചെറിയാൻ, ആനി മസ്രീൻ ഒക്കെ തിരുവിതാംകൂറിലായിരുന്നു കേട്ടോ. തിരുവിതാംകൂറിലാണ്. AV കുട്ടിമാളു അമ്മ 1905 ജനിച്ചിട്ട് 1985 ഇവരുടെ മരണം കേട്ടോ. 1985 മരണം. ആനക്കര വടക്കത്ത് വീട്ടിൽ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആനക്കര ചോദിച്ച ചോദ്യമാണ്. ആനക്കര മലബാർ പ്രവിശ്യയിലെ പൊന്നാനി താലൂക്കില് ആനക്കര വടക്കത്ത് വീട്ടിലാണ് അവരുടെ ജന്മസ്ഥലം എന്ന് പറയുന്നത്. മലബാറില് സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിതയാണ്. മലബാറില് സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിതയാണ് കുട്ടിമാളു അമ്മ. അതുപോലെ തന്നെ കോഴിക്കോട് വിദേശ വസ്ത്രശാലകൾ അടപ്പിക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകിയ വനിതയാണ് കുട്ടിമാളു അമ്മ. അതേപോലെ തന്നെ 2 മാസം പ്രായമുള്ള കുട്ടിയെയും കൊണ്ട് നിയമലംഘന പ്രസ്ഥാനം 1930 നിയമലംഘന പ്രസ്ഥാനം നടന്നിട്ടുണ്ടായിരുന്നില്ലേ? ആ നിയമലംഘന പ്രസ്ഥാനത്തില് ഇവരുടെ കയ്യിൽ കുട്ടി എത്ര മാസം പ്രായമായിരുന്നു? ഇവിടെ 2 മാസം പ്രായമായ കുഞ്ഞുമായിട്ടാണ് നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുകയും ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്ത മലയാളി വനിതയാണ് കുട്ടിമാളു അമ്മ. ഓക്കെയാണോ? അതേപോലെ തന്നെ ഇവരെ മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഇവര്. അതിന്റെ ഭാഗമായിട്ട് 2 വർഷമാണ് ഇവര് അമരാവതിയിലെ പ്രസിഡൻസി ജയിലില് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അവിടെ കഴിയേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് അമരാവതി ജയിലിൽ കേട്ടോ. അമരാവതിയിലെ പ്രസിഡൻസി ജയിലില് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായിട്ട് 2 വർഷം കുട്ടിമാളുമ്മ ജയിലിലായിരുന്നു. പിന്നെ അവര് അതേപോലെ തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. മദ്രാസ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മാതൃഭൂമി പബ്ലിക്കേഷന്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. മലബാർ ഹിന്ദി പ്രചാർ സഭയുടെ പ്രസിഡന്റായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ അക്കാമ ചെറിയാനെ കുറിച്ചിട്ട് AV കുട്ടിമാളു അമ്മ 1905 to 1985 ആനക്കര പൊന്നാനി താലൂക്കിലെ ആനക്കര വടക്കത്ത് വീട്ടിലാണ് ജനനം. സ്വദേശി പ്രസ്ഥാനം മലബാറിൽ കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. കോഴിക്കോട് വിദേശ വസ്ത്രശാലകൾ അടച്ചുപൂട്ടാനായിട്ട് സമരം നടത്തിയിട്ടുണ്ട്. 2 മാസം കൈക്കുഞ്ഞുമായിട്ടാണ് 1930 നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതിന്റെ പേരില് ജയിലിലായത്. 42 ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി 2 വർഷമാണ് അവര് അമരാവതിയിലുള്ള പ്രസിഡൻസി ജയിലിൽ കിടന്നിട്ടുണ്ടായിരുന്നത്. ഇത്രയും കാര്യങ്ങൾ AV കുട്ടിമാളു അമ്മ
ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആരാണ്? സർദാർ KM പണിക്കരാണ് ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത്. കേരളവർമ്മ പഴശ്ശിരാജ എന്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു? കോട്ടയം രാജവംശത്തിൽ ജനിച്ച ആളാണ് അല്ലെ. അദ്ദേഹം ഒളിപ്പോരിൽ പ്രഗത്ഭനായിരുന്നു അല്ലെ. തലക്കേൽ ചന്തു, എടച്ചേന കുങ്കനൊക്കെ ഒളിപ്പോരിൽ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ അമിതമായ നികുതി ചുമത്തലിനെതിരെ പോരാടിയ വ്യക്തിയാണ് ആര്? പഴശ്ശിരാജ. കൊട്ടിയോട്ട് രാജ എന്നും പൈച്ചി രാജ എന്നും ഒക്കെ അറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്. മാർത്താണ്ഡവർമ്മയെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു അല്ലെ. അദ്ദേഹം കണ്ടെഴുത്ത് എന്ന പേരിൽ ഭൂസർവേ നടത്തിയതും ദാസം, പണ്ടാരവക, ഭൂദാനം അങ്ങനെ ഭൂമിയൊക്കെ തരംതിരിച്ച് തിട്ടപ്പെടുത്തിയതും തൃപ്പടിദാനം നടത്തിയതും ശുചീന്ദ്രൻ കൈമുക്ക് നടപ്പിലാക്കിയതും വട്ടക്കോട്ട നിർമ്മിച്ചതും ഇതൊക്കെ ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ വേണാട് ഉടമ്പടി 1723 ഒപ്പുവെച്ചതും 1741 കുളച്ചൽ യുദ്ധത്തിലെ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയതും ഒക്കെ ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിച്ച ഗ്രന്ഥം ഏതാണ്? 1.25 കോടി മലയാളികൾ. ആരുടേതാണ്? EMSന്റേതാണ് കേട്ടോ. അപ്പൊ EMSന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. EMS നമ്പൂതിരിപ്പാടിന്റെ കൃതികൾ: കേരളം, ഇന്നലെ, ഇന്ന്, നാളെ. ഇതാരുടേതാണ്? EMSന്റെ കൃതികളാണ്. അതുപോലെ 1.25 കോടി മലയാളികൾ, നെഹ്റു, ഐഡിയോളജി ആൻഡ് പ്രാക്ടീസ്. ആരുടേതാണ്? അത് EMSന്റെ പുസ്തകമാണ്. കേരളം മലയാളികളുടെ മാതൃഭൂമി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കേരളം മലയാളികളുടെ മാതൃഭൂമി ആരുടേതാണ്? EMSന്റേതാണ്. ബെർലിൻ ഡയറി. കാറൽ മാർക്സ്. ഇതെല്ലാം EMSന്റെ കൃതികളാണ്, പഠിച്ചു വെക്കണം. കാറൽ മാർക്സ് പുതുയുഗത്തിന്റെ വഴികാട്ടി. പിന്നെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഭേദങ്ങളുടെ നാട്. ഇതൊക്കെ ആരുടേതാണ്? EMSന്റെ കൃതികളാണ്. കേരളം, ഇന്നലെ, ഇന്ന്, നാളെ. നെഹ്റു, ഐഡിയോളജി ആൻഡ് പ്രാക്ടീസ്. കേരളം മലയാളികളുടെ മാതൃഭൂമി. ബെർലിൻ ഡയറി. കാറൽ മാർക്സ് പുതുയുഗത്തിന്റെ വഴികാട്ടി. ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഭേദങ്ങളുടെ നാട്. 1.25 കോടി മലയാളികൾ. ഇതൊക്കെ EMSന്റെ കൃതികളാണ്. കേരള സംസ്ഥാനത്തിന്റെ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ്. കേരളത്തിലെ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ 9 ആണ്. കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏത്? 1865 പണ്ടാരപ്പാട്ട വിളംബരം. ആയില്യം തിരുനാൾ രാമവർമ്മ കേട്ടോ, വെരി ഇമ്പോർട്ടന്റ് ആണ്. ആയില്യം തിരുനാൾ രാമവർമ്മയാണ് പണ്ടാരപ്പാട്ട വിളംബരം കൊണ്ടുവരുന്നത്. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരമാണ്. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന പണ്ടാരപ്പാട്ട വിളംബരമാണ്. ഈ പണ്ടാരപ്പാട്ട വിളംബരത്തിനോട് കൂടിയിട്ടാണ് സർക്കാർ വക പാട്ടവസ്തുക്കളുടെ മേലെ അവകാശം സ്ഥിരപ്പെടുത്തി കൊടുത്തത് കേട്ടോ. അതുപോലെ വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും മഹാരാജ എന്ന പദവി നേടിയതും ആയില്യം തിരുനാളാണ്. അതുപോലെ ഈ ജന്മി കുടിയാൻ വിളംബരം നടത്തിയതും ആരാണ്? ആയില്യം തിരുനാളാണ് കേട്ടോ. ആയില്യം തിരുനാളാണ്. അതേപോലെ തന്നെ ഈ പുനലൂർ തൂക്കുപാലം ഉണ്ടല്ലോ, കൊല്ലം പുനലൂർ തൂക്കുപാലം ഒന്ന് ശ്രദ്ധിക്കണേ. പുനലൂർ തൂക്കുപാലം, വർക്കല തുരങ്കം, ലോ കോളേജ്, ഗവൺമെന്റ് ആർട്സ് കോളേജ്, സയൻസ് കോളേജ്, ആലപ്പുഴയിലെ വിളക്കുമാടം, തിരുവനന്തപുരം കാഴ്ച ബംഗ്ലാവ് എന്നിവയൊക്കെ നിർമ്മിക്കപ്പെട്ടത് ആയില്യം തിരുനാളിന്റെ കാലത്താണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ സദസ്സിലെ പ്രമുഖരായിരുന്നു ഈ ആയില്യം തിരുനാളിന്റെ കാലത്ത്. അദ്ദേഹത്തിന്റെ സദസ്സിൽ
പ്രശസ്തര് എ രാജരാജവർമ്മ, രാജാ രവിവർമ്മ, കേരളവർമ്മ, വലിയ കോയി തമ്പുരാനൊക്കെ 1024 സദസ്സിലെ പ്രമുഖരായിരുന്നു. AR രാജരാജവർമ്മ, AR രാജരാജവർമ്മ. പിന്നെ ആരാ? രാജാ രവിവർമ്മ, രാജാ രവിവർമ്മ. പിന്നെ കേരളവർമ്മ, വലിയ കോയി തമ്പുരാൻ. അവിടെ ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരെ എന്ന് ചോദിച്ചു. ആൻസർ ആരാ വരുന്നത്? സാംസ്കാരികം. സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാ? സജി ചെറിയാൻ അല്ലേ? സജി ചെറിയാൻ. ഭൂപരിഷ്കരണം, ലാൻഡ് റവന്യൂ ആരാണ്? ഭവനകാര്യ മന്ത്രി, ലാൻഡ് റവന്യൂ. അതുപോലെ ഭവനകാര്യമന്ത്രി, അതുപോലെ ഭൂപരിഷ്കരണം, ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരാ? ഭൂപരിഷ്കരണം. കിട്ടുന്നുണ്ടോ? ശ്രീ രാജൻ അല്ലേ? ശ്രീ കെ രാജൻ. ഇനി ജലവിഭവ വകുപ്പ് മന്ത്രി ആരാ? ജലവിഭവം, ജലവിഭവം, ജലവുമായി ബന്ധപ്പെട്ടത് റോഷി അഗസ്റ്റിൻ, റോഷി അഗസ്റ്റിൻ. പിന്നെ വൈദ്യുതി, വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാ? കൃഷ്ണൻകുട്ടി അല്ലേ? കെ കൃഷ്ണൻകുട്ടി. വനം, വനം വകുപ്പ്, വനം വന്യജീവി വകുപ്പ് ശശീന്ദ്രൻ. രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു വകുപ്പ്, മ്യൂസിയം, പുരാവസ്തു, അതുപോലെ രജിസ്ട്രേഷൻ ആരാണ്? കടന്നപ്പള്ളി അല്ലെ? രാമചന്ദ്രൻ കടന്നപ്പള്ളി. എക്സ്പോർട്ട്, ഗതാഗതം, അത് പിന്നെ ആരും പറഞ്ഞു തരണ്ട അല്ലെ? ഗണേഷ് കുമാർ. സ്പോർട്സ്, കായിക വകുപ്പ്, അതുപോലെ തന്നെ സ്പോർട്സ്, പോസ്റ്റ്, അതേപോലെ ടെലഗ്രാഫ്, റെയിൽവേ. ഡയറക്റ്റ് സ്പോർട്സ് ഒന്നും തരില്ല, കേൾക്കുന്നുണ്ട്. കാരണം സ്പോർട്സ് ആരാന്നുള്ളത് നമുക്ക് അറിയാന്നുള്ളത് തരും. അതേപോലെ തന്നെ ന്യൂനപക്ഷ ക്ഷേമം, വെരി ശ്രദ്ധിക്കണം കേട്ടോ. ഈ സ്പോർട്സ് മന്ത്രി തന്നെയാണ് ന്യൂനപക്ഷ, ചിലപ്പോൾ ചോദിക്കാം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ആരെ എന്ന് ചോദിച്ചാൽ ആര് എന്ന് പറയില്ലേ? നമ്മൾ പറയും അബ്ദുൾ റഹ്മാൻ തന്നെയാണ് കേട്ടോ. അബ്ദുൾ റഹ്മാൻ. ഓക്കെ. സ്പോർട്സ്, പോസ്റ്റൽ ഉണ്ടല്ലോ, തപാല്, ടെലിഗ്രാഫ്, റെയിൽവേ, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി അബ്ദുൾ റഹിമാൻ. അനിലോ? ഭക്ഷ്യവകുപ്പ് മന്ത്രി അല്ലെ? ഉപഭോക്തൃ കാര്യം, ഭക്ഷ്യം, ഭക്ഷ്യവകുപ്പ് മന്ത്രിയാണ്. സിവിൽ സപ്ലൈസ് GR അനിലാണ്. ധനകാര്യ വകുപ്പ് ബാലഗോപാൽ. ഉന്നത വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഏതാണ്? ആർ ബിന്ദു അല്ലെ? ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആർ ബിന്ദു. അതേപോലെ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയും ആരാണ്? ബിന്ദു ആണ് അല്ലെ? ഉന്നത വിദ്യാഭ്യാസം ബിന്ദു. പിന്നെ ചിഞ്ചുറാണിയോ? മൃഗസംരക്ഷണം അല്ലെ? മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ഇതൊക്കെ ആരാണ്? ചിഞ്ചുറാണി. ഒന്നുകൂടി റിവിഷൻ ചെയ്യാം കേട്ടോ. ചിഞ്ചുറാണി. പിന്നെ MP രാജേഷ് ആണ് തദ്ദേശ സ്വയംഭരണം അല്ലെ? തദ്ദേശ സ്വയംഭരണം MP രാജേഷ്. ഗ്രാമവികസനം, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ടൗൺ പ്ലാനിംഗ്, പാർലമെന്ററി കാര്യം, അതുപോലെ പ്രാദേശിക വികസന അതോറിറ്റി, കില, ഇതൊക്കെ അദ്ദേഹത്തിന്റെ കീഴിലാണ് കേട്ടോ. മുഹമ്മദ് റിയാസോ? ടൂറിസം അല്ലെ? ടൂറിസം, മുഹമ്മദ് റിയാസ്. പൊതുമരാമത്ത് വകുപ്പ് റിയാസ്. കൃഷിമന്ത്രി പ്രസാദ്. മണ്ണ് സർവേ, കേരള കാർഷിക സർവകലാശാല. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമം SC ST പിന്നോക്ക ക്ഷേമം കേളു അല്ലേ? നിയമമന്ത്രി ആരാ? നിയമം, വ്യവസായ വകുപ്പ് രാജീവ്. ശിവൻകുട്ടി. പൊതുവിദ്യാഭ്യാസം,
അതുപോലെ തൊഴിൽ വകുപ്പ് കേട്ടോ. വിദ്യാഭ്യാസ മന്ത്രിയാണ് എല്ലാവർക്കും അറിയാം. തൊഴിൽ വകുപ്പ് ആരെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അറിയില്ല. ശിവൻകുട്ടി. വാസവനോ? സഹകരണ വകുപ്പ് അല്ലെ? സഹകരണ വകുപ്പ് ആരാണ്? സഹകരണ വകുപ്പ് തുറമുഖം. സഹകരണ വകുപ്പ് തുറമുഖം. ചിലപ്പോ നാളെ ഒരു ക്വസ്റ്റ്യൻ വരെയാണ്. ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആര്? ദേവസ്വം ആരാ മക്കളെ? ദേവസ്വം വകുപ്പ് VN വാസവൻ. VN വാസവനാണ് സഹകരണ വകുപ്പ്, തുറമുഖം, ദേവസ്വം വകുപ്പ്. സജി ചെറിയാനാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി. ഫിഷറീസ്, അതുപോലെ തന്നെ യുവജനകാര്യം ചോദ്യം വരും. അതാണ് നമുക്ക് എക്സാമുകൾക്ക് ചോദിക്കുന്നത് അല്ലെ. യുവജനകാര്യ വകുപ്പ് മന്ത്രി ആര്? സജി ചെറിയാൻ. സജി ചെറിയാൻ. സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആര്? സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കൈകാര്യം ചെയ്യുന്നത്. ഇതൊക്കെ ചോദിച്ചാൽ ഫിഷറീസ് സജി ചെറിയാനാണ്. അപ്പൊ ഫിഷറീസ് നമ്മൾ പറയും അവിടെ ചിഞ്ചുറാണി മത്സ്യത്തിൽ പഠിച്ചിട്ടുണ്ട്, ക്ഷീരവികസനത്തൊക്കെ. പക്ഷെ ഇവിടെ ഫിഷറീസ് എന്ന് വരുമ്പോ മാറാൻ പാടില്ല, സജി ചെറിയാൻ. വീണ ജോർജ് ആരോഗ്യം അല്ലേ? ആരോഗ്യം. അതുപോലെ പിന്നെ വേറെ ഏതാ വരുന്നത്? വനിതാ ശിശു വികസനം അല്ലേ? വനിതാ ശിശു വികസനം. വീണ ജോർജ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഒന്ന് റിവിഷൻ ചെയ്തുതരാം. കേൾക്കണേ. രാജൻ അല്ലേ? രാജൻ എന്താ പറഞ്ഞ? രാജൻ ലാൻഡ് റവന്യൂ അല്ലെ? ഭവനം, ഭൂപരിഷ്കരണം, റവന്യൂ വകുപ്പ് മന്ത്രിയാണ് രാജൻ. ജലവിഭവം, ഭൂഗർഭ ജലവുമായി ബന്ധപ്പെട്ട വ്യക്തിയൊക്കെ ആരാ? റോഷി അഗസ്റ്റിൻ ആണ്. വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടിയാണ്. വനം വകുപ്പ് മന്ത്രി ശശീന്ദ്രനാണ്. രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ്. ഗതാഗതം ഗണേഷ് കുമാറാണ്. അബ്ദുറഹിമാൻ സ്പോർട്സ് വരുന്നുണ്ട്. പിന്നെ ഹജ്ജിലെ തീർത്ഥാടനം, പോസ്റ്റ്, ടെലിഗ്രാഫ്, ന്യൂനപക്ഷക്ഷേമം അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അബ്ദുറഹ്മാനാണ്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉപഭോക്തൃകാര്യം ഒക്കെ അനില്. ബാലഗോപാലൻ ധനകാര്യ വകുപ്പ്. ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യക്ഷേമം ബിന്ദു. ചിഞ്ചുറാണിയാണ് മൃഗസംരക്ഷണം ക്ഷീരവികസനം ഇതൊക്കെ ചിഞ്ചുറാണി. MP രാജേഷ് തദ്ദേശ സ്വയംഭരണ വകുപ്പ്, കില, പിന്നെ മുനിസിപ്പാലിറ്റി ഗ്രാമപഞ്ചായത്ത് അങ്ങനെയൊക്കെ MP രാജേഷ്. റിയാസോ ടൂറിസവും പൊതുമരാമത്തും. കൃഷി പ്രസാദ്. കേളു പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമം. രാജീവ് നിയമവകുപ്പ് മന്ത്രിയാണ്. ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസം ഉണ്ട്, തൊഴിൽ വകുപ്പും ഉണ്ട്. VN വാസവൻ സഹകരണ വകുപ്പ്, തുറമുഖങ്ങള്, ദേവസ്വം മന്ത്രിയൊക്കെ VN വാസവനാണ്. ഫിഷറീസ് ആണ്. അതുപോലെ സാംസ്കാരിക വകുപ്പ്, യുവജനകാര്യ വകുപ്പ് ഇതൊക്കെ സജി ചെറിയാനാണ്. ആരോഗ്യം, വനിതാ ശിശു വികസനം ഒക്കെ ശ്രീമതി വീണ ജോർജ്. ഓക്കെ, അപ്പൊ അങ്ങനെ 2025 ഇനി കുറച്ചുകൂടി ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ എന്താണ് 2025 കുറച്ച് ക്വസ്റ്റ്യൻ അനുബന്ധ ഫാക്ട്സും കഴിഞ്ഞാൽ 2025 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അടുത്ത ക്ലാസ്സോട് കൂടിയിട്ട് എന്ത് ചെയ്യണം? തീർക്കണം കേട്ടോ. അടുത്ത ക്ലാസ്സോട് കൂടിയിട്ട് 2025 മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പർ തീർത്തു തരാം. എന്നിട്ട് നമ്മൾ 2024 ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കണം കേട്ടോ. 2024 കടക്കണം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് തിങ്കളാഴ്ച മുതൽ തൊട്ടിട്ട് രാവിലെ ആഴ്ച പറ്റിയില്ല, കാരണം ഞാൻ പറഞ്ഞ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആണെന്ന് പറഞ്ഞു. കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള മറ്റേ SCRT ക്വസ്റ്റ്യൻ തരാം. പിന്നെ ഈ ഒപ്പം നമുക്ക് കേരള ഹിസ്റ്ററിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും വർക്കൗട്ടുമായിട്ട് ഒപ്പം പോവാം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടണും കൂടിയിട്ട് ഒന്ന് ഇനേബിൾ ചെയ്തിട്ടുള്ള ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ലൈക്ക് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. താഴെ ഒന്ന് നിങ്ങളുടെ കമന്റുകൾ പ്രതീക്ഷിക്കുന്നു. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, നന്നായിട്ട് പഠിച്ചിട്ട് റിവിഷൻ ചെയ്യുക കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.